Hello dear students, good evening. So we will discuss the chapter Quadratic Equations. So we will JEE Express start almost 1.5 months. So we will discuss the Quadratic Equation. So in this chapter we will NCERT NCERT complex number and chapter complex number is 0th chapter Quadratic Equation. So comparatively JEE Main in this chapter questions January, April shift നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 14 ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഓരോ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വെച്ച്. ടോട്ടൽ കഴിഞ്ഞ വർഷം നമുക്ക് ജാനുവരിയിൽ 10 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഏപ്രിലിൽ 9 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് 19 ഷിഫ്റ്റ് 14 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ആൻഡ് ഈ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ വേറെ ചാപ്റ്റർ കണക്ട് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അതായത് കോംപ്ലക്സ് നമ്പർ ആയിട്ട് ഈ ചാപ്റ്റർ കണക്ട് ചെയ്യാം, അതല്ലാതെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവായി കണക്ട് ചെയ്യാം, സെറ്റ്സ് റിലേഷൻസ് ഫങ്ഷൻസ് ആയി കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് കണക്ഷൻ ഉണ്ടാവുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാം. കഴിഞ്ഞ വർഷം JEE മെയിൻ ജാനുവരി സെഷൻ 1ലും സെഷൻ 2 ഏപ്രിലും ചോദിച്ച എല്ലാ ചോദ്യവും, അതായത് ഓൾ 14 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാം ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ട എല്ലാ തിയറിയും, ആ ക്വസ്റ്റ്യനും അതല്ലാത്ത ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയി ചെയ്യാൻ വേണ്ട എല്ലാ തിയറിയും നമ്മൾ ഇന്ന് പറയുന്നതാണ്. സോ നൗ ദ ടൈം ഈസ് 7 o'clock. ആദ്യത്തെ ഒരു 30-40 മിനിറ്റ്സ് നമ്മൾ തിയറി പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യനും സ്ലോലി ചെയ്തു പോവാം. ഓക്കെ, സോ മൈ നെയിം ഈസ് ഇർഷാദ് ഇബ്രാഹിം, മാത്സ് ഫാക്കൽറ്റി ഫ്രം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പല. സോ നമ്മൾക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പാർട്ടിസിപ്പേഷനിലോട്ട് പോവാം. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഹെഡിങ് ഫോർ ദിസ് ചാപ്റ്റർ, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ആദ്യം നമ്മൾ പഠിച്ചത് ബേസിക് ഐഡന്റിറ്റി ആയിരുന്നു. So quadratic expression. So what do you mean by a quadratic expression എന്ന് പറഞ്ഞാൽ y is equal to ax square plus bx plus c. So this is a quadratic expression and where a not equal to 0. a 0 ആവാൻ പാടില്ല. a 0 ആയാൽ ഇത് പിന്നെ quadratic expression ആവില്ല. അങ്ങനെയാണെങ്കിൽ quadratic equation എന്താണാവോ? ax square plus bx plus c is equal to 0. ഇതാണ് ഒരു quadratic equation. അപ്പോൾ quadratic equation സോൾവ് ചെയ്യാൻ വേണ്ടി we got 3 methods and ഇവിടെ എക്സിന് ചില വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് 0 എന്ന് കിട്ടും. ആ കിട്ടണ വാല്യൂസിനെ നമ്മൾ either we will call it roots എന്ന് വിളിക്കും, അല്ലെങ്കിൽ we will call it solution set എന്ന് വിളിക്കും, or we will call it as zeros of the polynomial എന്ന് വിളിക്കും. ഇങ്ങനെയും വിളിക്കാം നമുക്ക്. സോ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഫാക്ടറൈസേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ബേസിക്സ് ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക്സ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ്, അതായത് AC നമ്മൾക്ക് 6 കിട്ടണം, അതുപോലെ തന്നെ B -5 കിട്ടണം. വിച്ച് ആർ ദോസ് നമ്പർ? സോ ആ 2 നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് -2 -3 ഒന്ന് കിട്ടും. സോ x -2 ഇൻറ്റു x -3 ഈക്വൽ ടു 0. സോ x ഈസ് ഈക്വൽ ടു 2, x ഈസ് ഈക്വൽ ടു 3. ഇതാണ് മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. ആൻഡ് സെക്കൻഡ് മെത്തേഡ് നമ്മൾക്കുള്ളത് സ്പ്ലിറ്റിംഗ് ദി, അതായത് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ. സോ ഈ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഇൻ്റഗ്രേഷനിലാണ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ. അപ്പോൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ വെച്ച് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻറ്റ് 1 ആണെന്ന് മേക്ക് ഷുവർ ചെയ്യും. എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻറ്റ് 1 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ലീനിയർ ടേം ഇവിടെ -5x ആണ്. ലീനിയർ ടേമിൻ്റെ കോവിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. സോ ലീനിയർ ടേം -5 ആണ്, -5x ആണ് അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ. സോ -5x ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -5/2 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 25/4 ആഡ് ചെയ്തു, പ്ലസ് 6 - 25/4 സബ്ട്രാക്ട് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് x സ്ക്വയർ -5x പ്ലസ് 25/4നെ എനിക്ക് x minus 5/2 whole square plus 6 into 4, 24 minus 25 minus 1/4 equal to 0. So x minus 5/2 whole square equal to 1/4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x minus 5/2 എന്ന് പറഞ്ഞാൽ plus or minus 1/4
റൂട്ട് 1/4 എന്ന് വരും. സോ എക്സ് ഇസ് ഇക്വൽ ടു 1/2 പ്ലസ് 5/2 ഓർ എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് 1/2 പ്ലസ് 5/2. സോ 5 + 1 6/2 എക്സ് 3 എന്ന് കിട്ടും. 5 - 1 എക്സ് 4/2 എക്സ് 2 എന്ന് കിട്ടും. ഇതാണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ. സോ അത് നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേഷനിലാണ് യൂസ് ചെയ്യണം. ഈ ചാപ്റ്ററിൽ ബേസിക്കലി ആവശ്യമില്ല, പക്ഷെ ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ പറഞ്ഞു, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, ഫാക്ടറൈസേഷൻ പറഞ്ഞു, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ പറഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ പറയണത് ക്വാഡ്രാറ്റിക് ഫോർമുല. അതാണ് തേർഡ് മെത്തേഡ്. ദ ചാപ്റ്റർ ഈസ് റോളിങ് അറൗണ്ട് ദിസ് ഫോർമുല, അതായത് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ നമ്മൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്യാൻ പെട്ടെന്ന്. ക്വാഡ്രാറ്റിക് ഫോർമുല ഈസ് ax² പ്ലസ് bx പ്ലസ് c ഇസ് ഇക്വൽ ടു 0. അപ്പോൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ വെച്ചാണ് ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഒരു a വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇത് x² പ്ലസ് b/a എക്സ് പ്ലസ് c/a ഇക്വൽ ടു 0 എന്ന് വരും. ആൻഡ് ഇവിടെ ലീനിയർ ടേം എന്ന് പറഞ്ഞാൽ b/a എക്സ് ആണ്. അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയാണ്, സബ്ട്രാക്ട് ചെയ്യുകയാണ്. സോ x² പ്ലസ് b/a എക്സ് പ്ലസ് x² പ്ലസ് b/a എക്സ് പ്ലസ് b²/4a² പ്ലസ് c/a മൈനസ് b²/4a². അതായത് b/aൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എക്സ് പ്ലസ് b/2a ഹോൾ സ്ക്വയർ പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4a² c മൈനസ് b²a/4a³ ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് പ്ലസ് b/2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എ മൊത്തം ക്യാൻസൽ ചെയ്ത് പുറത്തെടുത്ത് കളയാം, എ ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് അങ്ങനെയാണെങ്കിൽ RHSലോട്ട് പോകുമ്പോൾ ദിസ് വിൽ ബി b² മൈനസ് 4ac/4a² എന്ന് വരും. സോ റൂട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് b പ്ലസ് ഓ മൈനസ് റൂട്ട് b² മൈനസ് 4ac/2a എന്ന് വരും. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇങ്ങനെയാണ് ഈ ഡിറൈവേഷൻ ഉണ്ടായത്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടുന്ന് നമ്മൾക്ക് ക്ലിയർലി ഇറ്റ് ഈസ് വിസിബിൾ എക്സിന് 2 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ആയതുകൊണ്ടാണ് എക്സിന് 2 വാല്യൂ. അതിലൊരാളെ ഞാൻ ആൽഫ എന്ന് വിളിക്കും. സോ ആൽഫ മൈനസ് b പ്ലസ് റൂട്ട് b² മൈനസ് 4ac/2a എന്ന് വിളിക്കാം. ബീറ്റ മൈനസ് b മൈനസ് റൂട്ട് b² മൈനസ് 4ac/2a എന്ന് വിളിക്കാം. ഇപ്പോൾ 2 റൂട്ട്, ഒരെണ്ണം ആൽഫ ഒരെണ്ണം ബീറ്റ എന്ന് വിളിച്ചു. സോ ഇവിടെ 2 റൂട്ട് ഉണ്ട്. ആൻഡ് ഇവരെ ഞാൻ ആഡ് ചെയ്യുവാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവരെ ആഡ് ചെയ്യുവാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. ആൻഡ് ന്യൂമറേറ്ററിൽ ഇതും കട്ടായാൽ മൈനസ് 2b/2a എന്ന് കിട്ടും. സോ മൈനസ് b/a എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ സം ഓഫ് റൂട്ട് എന്ന് പറയുക. ഈ ചാപ്റ്ററിലെ മെജോറിറ്റി, അതായത് 80% ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ റിവോൾവിങ് അറൗണ്ട് സം ഓഫ് റൂട്ട് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്. ഇനി ഇവരെ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആൽഫ ബീറ്റ കിട്ടും. സോ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ c/a, അതായത് a പ്ലസ് b ഇൻറ്റു a മൈനസ് b, a² മൈനസ് b² വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ആൽഫ ബീറ്റ c/a എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി കോൾഡ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്. അതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് വിളിക്കുക. സോ ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ആണ്. സപ്പോസ് ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട് ആൽഫ ബീറ്റ എന്ന് തന്നു. ആൻഡ് ആൽഫ ബീറ്റ ഓൾറെഡി ഗീവൺ ആണ്. എന്നിട്ട് നമ്മളോട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ 0 എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെ റൂട്ട് ആൽഫ ബീറ്റ ആണ്. അപ്പോൾ ആൽഫ ബീറ്റ ഇട്ട് എടുക്കുമ്പോൾ ആൻസർ 0 കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട്, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്. സോ x² മൈനസ് എസ് എക്സ് പ്ലസ് പി ഈക്വൽ ടു 0. സോ എസ് എന്ന് പറഞ്ഞാൽ സം, ഇത് പ്രൊഡക്റ്റ്. ഇങ്ങനെ നമ്മൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും കൂടി അറിയണം. ഇത് ഫോർമേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്.
ഫോർമേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതറിയണം. നെക്സ്റ്റ് ഇവിടെ നമ്മൾക്ക് തിയറി ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയുണ്ട്. അതായത് ഹയർ ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ചോദ്യം വരാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, ക്യൂബിക്കിൽ നിന്നും അല്ലെങ്കിൽ ഹയറിൽ നിന്നും വന്നിട്ടില്ല. എന്തായാലും നമ്മൾക്ക് അതൊന്ന് പഠിക്കാം. ക്യൂബിക് ഇക്വേഷൻ ചാപ്റ്ററിൻ്റെ പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണെങ്കിലും ക്യൂബിക് ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ജനറൽ ഇക്വേഷൻ ഫോർ എ ക്യൂബിക് എന്ന് പറഞ്ഞാൽ ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d ഈക്വൽ ടു 0. ഇതിൻ്റെ റൂട്ട് ആൽഫ, ബീറ്റ ആൻഡ് ഗാമയാണെന്നുണ്ടെങ്കിൽ, അതായത് 3 റൂട്ട് ഉണ്ടാവും ക്യൂബിക് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് റൂട്ട് എനിക്ക് എടുക്കാം. അതായത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ which can be written as minus b by a, and sum of root taken 2 at a time, that means product, അതായത് alpha beta plus beta gamma plus gamma alpha, അത് നമ്മൾക്ക് sum of product of root taken 3 at a time, അതുപോലെ തന്നെ product of root എടുക്കാം. sum of root taken 1 at a time, sum of product of root, so all at a time. So alpha beta gamma അത് ബേസിക്കലി product of root ആണ്. സോ ഇത് d by a എന്ന് വരും ആൻഡ് മൈനസ് d by a എന്ന് വരും. ദിസ് ഈസ് c by a. അപ്പോൾ ക്യൂബിക്കിൻ്റെ കേസിൽ ഇത് മൂന്നും കൂടി അറിയാം. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ക്യൂബിക് ഇക്വേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്കിവിടെ പഠിക്കാനുള്ളത് ഹയർ ഡിഗ്രി ഇക്വേഷൻ കൂടി പഠിക്കാം. ഹയർ ഡിഗ്രി നമ്മൾ ക്യൂബിക്ക് പഠിച്ചു. ഇനി നമ്മൾക്ക് ഇവിടെ യൂഷ്വലി കഴിഞ്ഞ വർഷം 2 ചോദ്യമാണ് ന്യൂട്ടൺസ് തിയറത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ന്യൂട്ടൺസ് തിയറം. സോ അടുത്തതായി നമ്മൾ പഠിക്കണ ന്യൂട്ടൺസ് തിയറം 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം JEE മെയിനിനോ, അതായത് ഒരെണ്ണം ഏപ്രിലിലും ഒരെണ്ണം ജാനുവരിയിലും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. സപ്പോസ് എൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ റൂട്ട് ആൽഫയും ബീറ്റയുമാണ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ആൽഫ ബീറ്റ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ a⁴² പ്ലസ് b⁴ പ്ലസ് c ഈക്വൽ ടു 0 ആയിരിക്കും. സിമിലർലി ബീറ്റയും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ a⁵² പ്ലസ് b⁵ പ്ലസ് c ഈക്വൽ ടു 0. ആൻഡ് ആദ്യത്തെ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ഒരു α⁻n−2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സെക്കൻഡ് ഇക്വേഷനെ ഞാൻ β⁻n−2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ α⁻n−2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് a⁴n പ്ലസ് b⁴n−1 പ്ലസ് c⁴n−2 ഈക്വൽ ടു 0 കിട്ടും. സെക്കൻഡ് ഇക്വേഷനെ ഞാൻ β⁻n−2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a⁵n പ്ലസ് b⁵n−1 പ്ലസ് c⁵n−2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ 3 എന്നും ഇതിനെ ഇക്വേഷൻ 4 എന്നും വിളിക്കുകയാണെങ്കിൽ, ഞാൻ 3 + 4 ഇവിടെ ചെയ്യുകയാണെങ്കിൽ, അതായത് 3 + 4 ചെയ്യുകയാണെങ്കിൽ I will be getting a into α⁻n plus β⁻n plus b into α⁻n−1 plus β⁻n−1 plus c into α⁻n−2 plus β⁻n−2 which is equal to 0 എന്ന് വരും. സോ നമ്മളെ ന്യൂട്ടൺസ് ഫോർമുല ഇത് തന്നെയാണ് ബേസിക്കലി. സോ ആ ഒരു ഫോമാറ്റിൽ വരുവാണെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം. ആൻഡ് ഞാനിവിടെ Sn എന്ന് പറഞ്ഞാൽ α⁻n പ്ലസ് β⁻n എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെ a ഇൻറ്റു Sn പ്ലസ് b ഇൻറ്റു Sn-1 പ്ലസ് c ഇൻറ്റു Sn-2 ഈക്വൽ ടു
0 എന്ന് വിളിക്കാൻ പറ്റും. ഇതാണ് ന്യൂട്ടൺസ് ഫോർമുല. ഓക്കെ, ബൈ ദ വേ എസ് എൻ എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു എൻ പ്ലസ് ഓ മൈനസ് ബീറ്റ റേസ് ടു എൻ എന്നും വിളിക്കാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇപ്പോൾ S50 എന്നോ എസ് എൻ തന്നെ ആവണമെന്നില്ല, മേ ബി ഇതിനെ വേറെ എന്തെങ്കിലും പേര് വിളിക്കാം. അപ്പോൾ 3 അടുത്തടുത്തുള്ള ഒരു ഇത് കണ്ടു, അതായത് ഇപ്പോൾ S53, 52, 51 അല്ലെങ്കിൽ 26, 25, 24 അങ്ങനെയൊക്കെ കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാക്കിക്കോളൂ ഇതെന്താണ് ന്യൂട്ടൺസ് ഫോർമുല ആണെന്ന് എന്ത് ചെയ്യൂ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ഫോർമുല, ന്യൂട്ടൺസ് തിയറം. ആൻഡ് അപ്പോൾ ന്യൂട്ടൺസ് തിയറം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കിവിടെ പറയാനുള്ളത് നേച്ചർ ഓഫ് റൂട്ടാണ്. നേച്ചർ ഓഫ് റൂട്ടിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂട്ട്. ട്രാൻസ്ഫോർമേഷൻ, നേച്ചർ ഓഫ് റൂട്ടിന് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ഏപ്രിലാണ് ചോദിച്ചത്. April 2 ഷിഫ്റ്റ് 1 മോർണിംഗ് ഷിഫ്റ്റിലാണ് ചോദിച്ചത്. JEE Main സെഷൻ 2 2025. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂട്ടിലെ അതായത് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, AX² പ്ലസ് BX പ്ലസ് C ഇസിക്കൽ ടു 0 എന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ റൂട്ട്സ് ആൽഫ കോമ ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ യു ഫോം എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ദ റൂട്ട്സ് ആൽഫ പ്ലസ് കെ ആൻഡ് ബീറ്റ പ്ലസ് കെ. അതായത് ആൽഫ പ്ലസ് കെയും ബീറ്റ പ്ലസ് കെയും റൂട്ടായിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു. അതായത് ആൽഫ ബീറ്റ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് കെയും ബീറ്റ പ്ലസ് കെയും റൂട്ടായിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വഴിയുണ്ട്. എന്ത് ചെയ്യുക, ഈ ഒരു ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് ആൽഫ ബീറ്റ കണ്ടുപിടിക്കുക. കെ ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിരിക്കും. എന്നിട്ട് 2 ആൽഫക്കും ബീറ്റക്കും കെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം ഓഫ് റൂട്ടും പ്രൊഡക്റ്റ് ഓഫ് റൂട്ടും വെച്ച് നമ്മൾക്ക് ഫോർമേഷൻ വഴി കണ്ടുപിടിക്കാം. x² മൈനസ് സം ഓഫ് റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ഇസിക്കൽ ടു 0. പക്ഷെ അങ്ങനെ ചെയ്താൽ ടൈം കൺസ്യൂം ചെയ്യും. ഇൻസ്റ്റെഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്, നമ്മൾക്ക് ആൽഫ ബീറ്റ ഉള്ള ക്വാഡ്രാറ്റിക് ഗിവൺ ആണ്. ആൽഫ പ്ലസ് കെ ബീറ്റ പ്ലസ് കെ ഉള്ള ക്വാഡ്രാറ്റിക് കിട്ടാൻ വേണ്ടി റീപ്ലേസ് എക്സ് ബൈ എക്സ് മൈനസ് കെ, എക്സിനെ എക്സ് മൈനസ് കെ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി ഇൻ ദി ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സിമിലർലി ആൽഫ മൈനസ് കെ ബീറ്റ മൈനസ് കെ റൂട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഗിവൺ ക്വാഡ്രാറ്റിക്കിൽ റീപ്ലേസ് എക്സ് ബൈ എക്സ് പ്ലസ് കെ ചെയ്താൽ മതി. ആൻഡ് ഇഫ് ദി ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് ഫോം എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ദ റൂട്ട് 1 ബൈ ആൽഫ ആൻഡ് 1 ബൈ ബീറ്റ, ഈ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. റീപ്ലേസ് എക്സ് ബൈ 1 ബൈ എക്സ്, നമ്മുടെ ഗിവൺ ക്വാഡ്രാറ്റിക്കിൽ എക്സിനെ 1 ബൈ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ആൻഡ് ഇനി സപ്പോസ് ഇങ്ങനെ ചോദിച്ചതാണെങ്കിൽ, അതായത് ആൽഫ റേസ് ടു കെ കോമ ബീറ്റ റേസ് ടു കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം റീപ്ലേസ് എക്സ് ബൈ എക്സ് റേസ് ടു 1 ബൈ കെ. ഇനി തിരിച്ച് ചോദിക്കുവാണെങ്കിൽ ആൽഫ റേസ് ടു 1 ബൈ കെ ബീറ്റ റേസ് ടു 1 ബൈ കെ ചോദിക്കുവാണെങ്കിൽ റീപ്ലേസ് എക്സ് ബൈ എക്സ് റേസ് ടു കെ. ഇനി ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഫോം എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ദി റൂട്ട് മൈനസ് ആൽഫ കോമ മൈനസ് ബീറ്റ ചോദിക്കുവാണെങ്കിൽ റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ്. സോ ഇതാണ് ബേസിക് തിങ് ഓർത്ത് വെക്കേണ്ടത്. അപ്പം ഇനി ഇത് ചോദിക്കുവാണെങ്കിൽ കെ ആൽഫ കെ ബീറ്റ ചോദിക്കുവാണെങ്കിൽ റീപ്ലേസ് എക്സ് ബൈ എക്സ് ബൈ കെ. സോ ഇത് വെച്ച് നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗീവൺ ആണ്, അതിൻ്റെ റൂട്ട് ആൽഫ ബീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടൊക്കെ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ഗീവൺ ക്വാഡ്രാറ്റിക്കിൽ എക്സിനെ ഈ പറയണ പാരാമീറ്റേഴ്സ് ഓർ ടേം വാട്ട് എവർ യു കോൾ അത് വെച്ച് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അറിയേണ്ടത് നാച്ചർ ഓഫ് റൂട്ടാണ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് നാച്ചർ ഓഫ് റൂട്ട്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2a എന്നാണ്. സോ b² മൈനസ് 4ac-നെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറയുന്നത്. 4ac-നെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്ക്രിമിനൻറ്റ്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേച്ചർ പറയണത്.
അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് അതായത് b² മൈനസ് 4ac 3 രീതിയിൽ വരാം. അപ്പോൾ b² മൈനസ് 4ac ഈക്വൽ ടു 0 വരുവാണെങ്കിൽ, ഡിസ്ക്രിമിനൻറ്റ് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ, അതായത് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ നമ്മൾക്ക് അവിടെ പറയാം റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്, റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു ബീറ്റ ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എനിക്കവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് എന്ന് പറയാൻ പറ്റും. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് റൂട്ടും ഡിഫറെൻ്റ് ആണെന്നാണ് മീനിങ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട് ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. റൂട്ട് ഉണ്ടാവും, ബട്ട് റിയൽ റൂട്ട് ആയിരിക്കില്ല. സോ ദാറ്റ് ഈസ് നോ റിയൽ റൂട്ട്, നോ റിയൽ റൂട്ട്സ്, അതായത് റൂട്ട്സ് വിൽ ബി ഇമാജിനറി. ഇതാണ് നേച്ചർ ഓഫ് റൂട്ടിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ തിയറി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളും ആയതുകൊണ്ടാണ് ഇത് സ്പീഡിൽ പറഞ്ഞു പോയത്. ബട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ ചെയ്യുമ്പോൾ വിയർക്കും, അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കും നമ്മൾ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ സോഫാർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു, ഫോർമേഷൻ പറഞ്ഞു, പിന്നെ നാച്ചുർ പറഞ്ഞു. അടുത്തത് സം കണ്ടീഷൻസ്, സം കണ്ടീഷൻസ്. അപ്പോൾ സം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ഏപ്രിലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x is equal to -b plus or minus root b² minus 4ac by 2a. അപ്പോൾ റിയൽ റൂട്ട് കിട്ടുന്ന കാര്യം പറഞ്ഞു. ഇനി റാഷണൽ റൂട്ട്, കണ്ടീഷൻ ഫോർ റാഷണൽ റൂട്ട്. ഇപ്പോൾ റാഷണൽ റൂട്ട് കിട്ടുന്ന കാര്യമാണ് അടുത്തതായി നമ്മൾ പറയണത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സർ എന്താണ് ഈ റാഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ? അപ്പോൾ റാഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റാഷണൽ നമ്പർ, അതായത് നമ്മുടെ റൂട്ട് ഒരു റാഷണൽ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാഷണൽ റൂട്ട് പറയും. അതല്ലെങ്കിൽ അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട് ഒരിക്കലും ഒരു റൂട്ട് മാത്രമായി റാഷണൽ വരില്ല. ആവുകയാണെങ്കിൽ രണ്ട് റൂട്ടും റാഷണൽ ആവും, ഇല്ലെങ്കിൽ രണ്ടും ഇറാഷണൽ ആവും. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ രണ്ട് റൂട്ടും റാഷണൽ ആവാനുള്ള കണ്ടീഷൻ, അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതായത് ഒറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻ, സിമ്പിൾ കണ്ടീഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കണ്ടീഷൻ ഫോർ റാഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ABC ബിലോങ്സ് ടു റാഷണൽ നമ്പർ ആയിരിക്കണം. റാഷണൽ നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ Q ആൻഡ് ഡിസ്ക്രിമിനൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു പെർഫെക്റ്റ് സ്ക്വയർ. ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ റൂട്ട്സ് ഒക്കെ എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. ഡിസ്ക്രിമിനൻറ്റ് ഈക്വൽ ടു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റൂട്ട്സ് ഒക്കെ റാഷണൽ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ b² മൈനസ് 4ac പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അതിപ്പോൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100, അതുപോലെ ഗോ ഓൺ. അപ്പോൾ ആ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ രണ്ട് റൂട്ടും എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. ഇനി അടുത്തത് പറയാനുള്ളത് കണ്ടീഷൻ ഫോർ ഇൻറ്റിജർ റൂട്ട്സ്, അതായത് നമ്മുടെ രണ്ട് റൂട്ടും ഇൻറ്റിജർ ആയിരിക്കണം. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ -1, -2, -3, ദെൻ 0, പിന്നെ 1, 2, 3, 4, 5, 6 എക്സെട്ര, ഇതൊക്കെയാണ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ റൂട്ട് ആവണമെങ്കിൽ ABC ബിലോങ്സ് ടു ഇൻറ്റിജർ ആയിരിക്കണം. ABC ഇൻറ്റിജർ ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റിജർ ആവാൻ വേണ്ടിയുള്ള കണ്ടീഷൻ A1 ആയിരിക്കണം. A1 ആവണം. ആൻഡ് ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. സോ A1 ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ റൂട്ട് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, A1 ആണെങ്കിൽ ഇത് 2 ആയി പോവും, പിന്നെ -b/2 പ്ലസ് ഓ മൈനസ് റൂട്ട് b² മൈനസ് 4ac. അപ്പോൾ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് /2. അപ്പോൾ ഇതൊരു ഈവൺ നമ്പർ അല്ലെങ്കിൽ ഓഡ് നമ്പർ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഈ റൂട്ടിനകത്ത് ഓഡ് വന്നാൽ ഇത് ഓഡ് നമ്പർ ആയാൽ /2 ഇൻറ്റീജർ ആവില്ലല്ലോ. പക്ഷെ നമ്മൾക്കതിപ്പോൾ പ്രൂവ് ചെയ്യാൻ സമയമില്ല.
ബട്ട് ബേസിക്കലി കണ്ടീഷൻ അങ്ങനെയാണ്. അതായത് ബിയും സിയും എ നമുക്ക് ഓൾറെഡി 1 ആണെന്നറിയാം. അപ്പോൾ ബി ഈവൺ ആണെങ്കിൽ ഇതും ഈവൺ ആയിരിക്കും, ബി ഓഡാണെങ്കിൽ ഇതും ഓഡായിരിക്കും. സോ ഈവൺ പ്ലസ് ഈവൺ ബൈ 2 ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ ഇൻറ്റീജർ ആൻഡ് ഓഡ് പ്ലസ് ഓഡ് ഈസ് ഈവൺ ബൈ 2 ഈസ് എ ഇൻറ്റീജർ. ആ കേസാണ് വരിക. അപ്പോൾ ഡെറിവേഷനിലോട്ട് പോകണ്ട, ഈ സാധനം ഓർത്ത് വെച്ചാൽ മതി. അടുത്തൊരു കണ്ടീഷൻ നമുക്കുള്ളത് കണ്ടീഷൻ ഫോർ റെസിപ്രോക്കൽ റൂട്ടാണ്. കണ്ടീഷൻ ഫോർ റെസിപ്രോക്കൽ റൂട്ട്. സോ റെസിപ്രോക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് ആൽഫയാണ്, അപ്പോൾ മറ്റേ റൂട്ട് 1 ആൽഫ ആയിരിക്കണം. അപ്പോൾ കണ്ടീഷൻ ഫോർ റെസിപ്രോക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് ആൽഫയും മറ്റൊരു റൂട്ട് 1 ആൽഫ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ ഉറപ്പായും അത് 1 ആയിരിക്കും കിട്ടുക. സോ ആൽഫ ഇൻറ്റു 1 ആൽഫ 1 ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് 1 കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ഈസ് സി ബൈ എ 1. അപ്പോൾ എ ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ക്വാഡ്രാറ്റിക് ഈക്വേഷനിൽ എയും സിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ ഉറപ്പായും പറയാൻ പറ്റും രണ്ട് റൂട്ടും എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. സോ ഇത്രയും കാര്യമാണ് നമ്മൾക്കിവിടെ ബേസിക്കായി പറയാനുള്ളത്. ഇനി ഗ്രാഫ് പറയാനുണ്ട്. ഓക്കെ, ഗ്രാഫും പിന്നെ ലൊക്കേഷൻ ഓഫ് റൂട്ടും കൂടി കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാനാണുള്ളത്. സോ ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക്. Graph of a quadratic. Graph of a quadratic. So y equal to ax square plus bx plus c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പരാബോളയായിരിക്കും. സോ പരാബോളൻ്റെ ഷേപ്പ് അറിയാം, പരാബോളൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ കോണിക്കൽ പഠിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പരാബോളയാവാം ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ ഇത് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യണ്ടേ? ഇല്ല, ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരാബോള ഷേപ്പ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഈ ഒരു ഷേപ്പ്, ഇതാണ് പരാബോള. ആൻഡ് ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഗ്രാഫ് പരാബോള എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആ ഒരു പരാബോളയുടെ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം വേർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാം -b/2a ആൻഡ് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം -d/4a. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർട്ടെക്സ് കണ്ടുപിടിക്കാനാണ്. ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ വേർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് -b/2aയും y കോർഡിനേറ്റ് -d/4a ആയിരിക്കും. ഇനി ക്വാഡ്രാറ്റിക്കിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഫോർ a greater than 0, a പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഓപ്പൺ അപ്വേർഡ് ആയിരിക്കും. ക്വാഡ്രാറ്റിക് ഓപ്പൺ അപ്വേർഡ്, അതായത് എൻ്റെ പരാബോള ഓപ്പൺ അപ്വേർഡ് ആയിരിക്കും. അപ്പോൾ ഓപ്പൺ അപ്വേർഡ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ പോകും. മിനിമം വാല്യൂ y കോർഡിനേറ്റ് വെച്ചാൽ പറയുക, അതായത് റേഞ്ച് പറയാൻ പറ്റും. അപ്പം റേഞ്ച് എന്ന് പറഞ്ഞാൽ -d/4a ടു മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ പോകും. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ച്. ആൻഡ് ഈ ഒരു വാല്യൂ ബേസിക്കലി മിനിമം ആയിരിക്കും. അതായത് a greater than 0 ആണെങ്കിൽ ആ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ച് ഉറപ്പായും മിനിമം ആയിരിക്കും. ഇനി അടുത്ത കേസ് വരുന്നത് a less than 0. ഫോർ a less than 0 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഓപ്പൺ ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ഫോമിൽ വരും. അവിടെയും എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും സെയിം തന്നെയാണ്. -d/2aയും -d/4a തന്നെയായിരിക്കും. നിങ്ങൾക്ക് സംശയം തോന്നാം, സർ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലല്ലേ, അപ്പോൾ ഇത് മൈനസൊക്കെ വരുമോ? ബേസിക്കലി മൈനസ് ആയിരിക്കും. അത് ബാലൻസ് ആയി പൊക്കോളും. ബിക്കോസ് ഇവിടെ d നെഗറ്റീവ് ആകുമ്പോൾ അത് നെഗറ്റീവായി പൊക്കോളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ -d/4a, മിനിമം വാല്യൂ -∞ വരെ പോകും. സോ -∞ ടു -d/4a വരെ ആയിരിക്കും ഈ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ച് വരിക. ആൻഡ് ഇതിനെ നമ്മൾ ആ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയും. അപ്പോൾ a less than 0 ആയാൽ ആ ഒരു ക്വാഡ്രാറ്റിക്കിന് മാക്സിമം വാല്യൂ പറയാൻ പറ്റും. ആൻഡ് a greater than 0 ആയാൽ ആ ക്വാഡ്രാറ്റിക്കിൻ്റെ നമ്മൾക്ക് മിനിമം വാല്യൂ പറയാൻ പറ്റും. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഗ്രാഫിനെ പറ്റി ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം, ഇതറിയണം. അതായത് റേഞ്ചും മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ അറിയണം. ഒരുപാട് ചാപ്റ്ററിൽ നമ്മൾ
യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾക്കിവിടെ ഇനി പറയാനുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് റൂട്ട്. ലൊക്കേഷൻ ഓഫ് റൂട്ട് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല ഡയറക്റ്റ്ലി, അതിന് മുമ്പത്തെ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തരും, ഒരു ക്വാഡ്രാറ്റിക് ഉണ്ട്, അതിന് 2 റൂട്ട് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ആൻഡ് ഇപ്പോൾ കണ്ടീഷൻ എന്തു ആവാം. സോ ഇപ്പോൾ സപ്പോസ് ഒരു കണ്ടീഷൻ ഇങ്ങനെ തന്നു, ബോത്ത് ദ റൂട്ട്സ് ലൈസ്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് കെ ലൈസ് ഇൻ ബിറ്റ്വീൻ ബോത്ത് ദ റൂട്ട്സ്. അപ്പോൾ 2 റൂട്ടിൻ്റെയും ഇടയിലാണ് കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കെ എവിടെയാവാം, ഇവിടെ എവിടെയാവാം, 2 റൂട്ടിൻ്റെ ഇടയിലായാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പേര് എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ, ഇത് കെ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് കെ കൊമ എഫ് ഓഫ് കെ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് കെ ഇവിടെ ഉറപ്പായും നമുക്കറിയാം 4th ക്വാഡ്രൻറ്റിലാണുള്ളത്. അപ്പോൾ എഫ് ഓഫ് കെ ലെസ് ദൻ 0 എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ എൻ്റെ ക്വാഡ്രാറ്റിക് എക്സ് ആക്സിസിനെ 2 തവണ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് 2 റൂട്ട് ഉണ്ട്, അതായത് ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. സോ ഈ 2 കണ്ടീഷൻ വെച്ച് നമ്മൾക്ക് അവിടെ അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ച എന്തെങ്കിലും റേഞ്ചിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റും. മേ ബി നമ്മുടെ ക്വാഡ്രാറ്റിക്കിൽ ഏതെങ്കിലും ഒരു അൺനോൺ ഉണ്ടാവാം. ഇപ്പോൾ ax² + bx + c എന്ന ക്വാഡ്രാറ്റിക്കിൽ സിയിൽ മേ ബി വേറെ ഏതെങ്കിലും അൺനോൺ ഉണ്ടാവാം. അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ ഈ 2 കണ്ടീഷൻ യൂസ് ചെയ്യാം. ഇതേപോലെ വേറെ കേസും അവർ തരാം. സപ്പോസ് ഇങ്ങനെ തരുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇപ്പോൾ പി എന്ന് ഗീവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾക്ക് പി കോമ എഫ് ഓഫ് പി എന്ന് വിളിക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾക്ക് എഫ് ഓഫ് പി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. സോ ഇതുപോലെ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾക്ക് എഴുതാൻ പറ്റും. ഇതാണ് ലൊക്കേഷൻ ഓഫ് റൂട്ട്. ഈ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ പ്രോബ്ലം ബാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ടും കൂടി പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായി കുറച്ച് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് മോഡുലസിനെ പറ്റി അറിയണം. ഇപ്പോൾ ഞാൻ മോഡ് -5 എന്ന് എഴുതി. അപ്പോൾ നിങ്ങളോട് ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും, സർ മോഡ് -5 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഞാനും പറയുന്നു യെസ് 5 ആണ്. ബട്ട് ആക്ച്വലി അതെങ്ങനെ 5 എന്ന് കിട്ടി? മോഡിനകത്തുള്ള ആൾ ഞാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി. മോഡിനകത്തുള്ള ആൾ -5 നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -5 ആണ് എന്തായത്, +5 ആയത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് അറിയേണ്ട ഒരു സ്കിൽ മോഡുലസ് ബ്രേക്ക് ചെയ്യാനും കൂടി അറിയണം. അപ്പോൾ മോഡുലസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x² + 5, മോഡ് x² + 5, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുക. സർ അത് സിമ്പിൾ അല്ലേ ബ്രേക്ക് ചെയ്യാൻ, മോഡ് x² + 5 എന്ന് പറഞ്ഞാൽ ± x² + 5 എന്നല്ലേ എന്ന് ചോദിക്കും. ബട്ട് അത് റോങ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മോഡ് x² + 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഇൻറ്റൻഷൻ എന്താ, മോഡുലസ് ബ്രേക്ക് ചെയ്യാനാണ് നമ്മുടെ ഇൻറ്റൻഷൻ. അപ്പോൾ മോഡുലസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, മോഡിനകത്തുള്ള ആൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. അപ്പോൾ ഞാനിവിടെ നോക്കുന്നു മോഡിനകത്തുള്ള ആൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0, +5, അപ്പോൾ അതും എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ മോഡിനകത്തുള്ള ആൾ എപ്പോഴും പോസിറ്റീവ് ആണ്. അവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവായി മോഡ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ മോഡ് x² + 5 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് x² + 5. ഓക്കെ, ഇനി സപ്പോസ് ഇങ്ങനെ ഒന്ന് വന്നു, sin x - 2, മോഡ് sin x - 2, ഇതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ, മോഡ് sin x - 2 എന്ന് പറഞ്ഞാൽ മോഡിനകത്തുള്ള ആൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയണം. അപ്പോൾ ഇവിടെ നോക്കൂ, sin x-ൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് വരിക. 1 - 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ sin x-ന് ഇനി ഏത് ആംഗിൾ ഇട്ട് കൊടുത്താലും എക്സിന് ഇതിനകത്ത് വരുന്ന ആൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ sin x - 2-നെ -sin കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 - sin x ആയി ബ്രേക്ക് ചെയ്യും. ഈ കാര്യം അറിയണം. ഓക്കെ, അടുത്തത് സപ്പോസ് മോഡ് x = 10. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇൻറ്റൻഷൻ മോഡ് ബ്രേക്ക് ചെയ്യണം. മോഡ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിനകത്തുള്ള ആൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയണം.
ഇവിടെ എനിക്ക് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുന്നു എക്സ് ഈസ് ഇക്വൽ ടു +or-10. അപ്പോൾ ഈ ഒരു നോളേജ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. ഓക്കെ, മോഡുലസ് ബ്രേക്ക് ചെയ്യാൻ അറിയണം. അപ്പോൾ മോഡുലസ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡുലസിനകത്തുള്ള ആൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി ബ്രേക്ക് ചെയ്യും. അറിയില്ലെങ്കിൽ നമ്മൾ +or- എന്ന് ഇടും. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഇതുപോലത്തെ ഒരു ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ mod x² - 5 mod x + 6 is equal to 0. ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം പുട്ട് mod x is equal to t എന്ന് വിളിക്കുക. അപ്പോൾ ഇത് t² - 5t + 6 is equal to 0 എന്ന് വരും. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ t - 2 × t - 3 = 0 എന്ന് വരും. അപ്പോൾ t = 2 t = 3 എന്ന് വരും. t എന്ന് പറഞ്ഞാൽ mod x ആണ്. അപ്പോൾ mod x is equal to 2 mod x is equal to 3 എന്ന് വരും. സോ x is equal to +or-2 x is equal to +or-3 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചില ക്വസ്റ്റ്യൻസിന് മുന്നോട്ട് പോകുമ്പോൾ സോൾവ് ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലാസ്റ്റ്, അതായത് 9 o'clock വരെയാണ് ക്ലാസ്. ഒരു 8:50ക്ക് ശേഷം സംശയമുള്ളത് ചാറ്റ് ബോക്സിൽ നമ്മൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കറിയണം, മോഡുലസിനെ പറ്റി, മോഡുലസ് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ കൂടുതൽ ട്രബിൾ ചെയ്യുന്ന ഒരാൾ മോഡുലസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ബേസിക്സ് ആയി. തിയറി പാർട്ട് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്കില്ലാണ്. അങ്ങനെയാണെങ്കിൽ നേരെ ഞാൻ ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. ദാറ്റ് ഈസ് വേവി കർവ് മെത്തേഡ്. ഇത് ലീനിയർ ഇനീക്വാളിറ്റിയിൽ വരുന്ന ആളാണ്. പക്ഷേ ക്വാഡ്രാറ്റിക്കിൽ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ മൊത്തം ചെയ്യണമെങ്കിൽ വേവി കർവ് മെത്തേഡ് അറിയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ x - 2 × x - 3 > 0 ആണ്. ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണത് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആരൊക്കെയാണെന്ന് നോക്കും. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് 0 ആവണ പോയിന്റാണ്. അപ്പോൾ 2 കൊടുത്താൽ ഇത് 0 ആവും, 3 കൊടുത്താൽ 0 ആവും. അപ്പോൾ ഒരു നമ്പർ ലൈൻ വരക്കും. ക്രിട്ടിക്കൽ പോയിന്റ് എനിക്ക് കിട്ടി x is equal to 2, 3. 2ഉം 3ലും ആണ് അത് 0 ആവുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിനെ നമ്പർ ലൈനിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. എക്സ്ട്രീം റൈറ്റിൽ പ്ലസ് കൊടുക്കുക, ദെൻ മൈനസ്, ദെൻ പ്ലസ്. നമ്മൾക്ക് ഇവിടെ വേണ്ടത് > 0 ആണ്. സോ ദാറ്റ് മീൻസ് x belongs to -∞ to 2, -∞ to 2 വരെ പോസിറ്റീവ് ആണ്. യൂണിയൻ 3 to ∞ എന്താണ്? പോസിറ്റീവ് ആണ്. ഇതാണ് ബേസിക്കലി വേവി കർവ് മെത്തേഡ്. ഇവിടെ > 0 ആണെങ്കിൽ ഇതിനെ ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആക്കും. ഇപ്പം ഇനി ലെസ് ദാൻ ആണ് വേണമെങ്കിൽ ഞാൻ 2 to 3 മാത്രമേ എഴുതൂ. അതാണ് വേവി കർവ് മെത്തേഡ്. അപ്പോൾ നമ്മൾക്ക് ഇനി കഴിഞ്ഞ വർഷത്തെ JEE പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അത് പെട്ടെന്ന് കഴിഞ്ഞാൽ ബാക്കി നമ്മൾക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ തിയറിയും കൂടി പറഞ്ഞ് ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ ചാറ്റ് ബോക്സ് നോക്കുവാണ്. ഓക്കെ, ഓക്കെ. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. ആരും ഒന്നും ചോദിക്കണില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഓൾ ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്ലിയർ എന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ്, ക്ലിയർ ആണ്. സോ ക്യാൻ ഐ ഗോ ടു ദി ക്വസ്റ്റ്യൻ? യെസ്, ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. നമ്മൾ സ്ഥിരം ലൈവിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഇത് ന്യൂട്ടൺസ് ഫോമിലാണ് സർ. അതെങ്ങനെ മനസ്സിലാക്കാം? ബിക്കോസ് ഇവിടെ ഒരു P25, P24, P23, Q25, Q23, Q24 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ന്യൂട്ടൺസ് ഫോമിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി സൂം ഇൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇത്രയും വലുത് വേണ്ട അല്ലേ, വായിക്കാൻ പറ്റും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം നോക്കാം. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി റൂട്ട്സ് ഓഫ് x² + √3x - 16 is equal to 0. JEE മെയിൻ ക്വസ്റ്റ്യൻ ആട്ടോ കഴിഞ്ഞ വർഷത്തെ. ആൻഡ് ഗാമ ആൻഡ് ഡെൽറ്റ ബി ദി റൂട്ട്സ് ഓഫ് x² + 3x - 1 is equal to 0. ആൻഡ് Pn എന്ന് പറഞ്ഞാൽ α⁴n + β⁴n എന്ന ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്.
ആൻഡ് ക്യു എൻ എന്ന് പറഞ്ഞാൽ ഗാമ റേസ് ടു എൻ പ്ലസ് ഡെൽറ്റ റേസ് ടു എൻ എന്നും ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. സോ വി ആർ സപ്പോസ് ടു ഫൈൻഡ് P25 പ്ലസ് √3 P24 ബൈ 2P3 പ്ലസ് Q25 മൈനസ് Q23 ബൈ Q24 ഈസ് ഈക്വൽ ടു. സോ ന്യൂട്ടൺസ് ഫോർമുല അല്ലെങ്കിൽ ന്യൂട്ടൺസ് തിയറം മനസ്സിലാവാത്ത ഒരാൾക്ക് ഞാൻ ഒന്നും കൂടി ഡിറൈവ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അല്ലാത്ത അറിയുന്ന ആൾക്കാർ ക്ഷമിക്കൂ. ഓക്കെ, സോ എൻ്റെ ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് √3 x മൈനസ് 16 ഇസ് ഇക്വൽ ടു 0. ഇതിൻ്റെ റൂട്ട് ആൽഫ ബീറ്റ ആണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് √3 ആൽഫ മൈനസ് 16 0 ആയിരിക്കും. ബീറ്റ സ്ക്വയർ പ്ലസ് √3 ബീറ്റ മൈനസ് 16 0 ആയിരിക്കും. സോ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ആൽഫ റേസ് ടു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സെക്കൻഡ് ഇക്വേഷനെ ഞാൻ ബീറ്റ റേസ് ടു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ അത് രണ്ടും ആഡ് ചെയ്താൽ എനിക്കിങ്ങനെ കിട്ടും. ആൽഫ റേസ് ടു n പ്ലസ് ആൽഫ റേസ് ടു n മൈനസ് 2 ബീറ്റ റേസ് ടു n മൈനസ് 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n പ്ലസ് √3 ഇൻറ്റു ആൽഫ റേസ് ടു n മൈനസ് 1 പ്ലസ് ബീറ്റ റേസ് ടു n മൈനസ് 1 പ്ലസ് അല്ല മൈനസ് 16 ഇസ് ഇക്വൽ ടു 0. സോ ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ് Pn. അപ്പോൾ Pn പ്ലസ് √3 Pn മൈനസ് 1 മൈനസ് ഇവിടെ 16 ഇൻറ്റു Pn മൈനസ് 2 എന്നും കൂടിയുണ്ട്. 16 ഇൻറ്റു Pn മൈനസ് 2, Pn മൈനസ് 2 അല്ല, ഇവിടെയാണെങ്കിൽ ആൽഫ റേസ് ടു n മൈനസ് 2 പ്ലസ് ബീറ്റ റേസ് ടു n മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ Pn പ്ലസ് √3 Pn മൈനസ് 1 മൈനസ് 16 Pn മൈനസ് 2 ഈക്വൽ ടു 0. സോ ഇനി ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾക്ക് ഇവിടെ വേണ്ടത് P25 ആണ്. അപ്പോൾ P25 ആണെങ്കിൽ n-ന് 25 കൊടുക്കുക. അപ്പോൾ n-ന് 25 കൊടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി P25 പ്ലസ് √3 P26 മൈനസ് 16 P24 ഈക്വൽ ടു 0. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ആരാ നോക്കാം. P25, ഇത് P24 അല്ലേ, 25, 24 ആൻഡ് 23. സോ നമുക്കിവിടെ വേണ്ടത് 25 പ്ലസ് 24 ബൈ 23 ആണ്. സോ ഇതിനെ ഞാൻ P25 പ്ലസ് √3 P24 ഈക്വൽ ടു 16 P23. നമുക്ക് വേണ്ടത് ഇവിടെ ബൈ 2P23 ആണ്. അപ്പോൾ P25 പ്ലസ് √3 P24 ബൈ 2P23 ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾക്കിവിടെ 8 എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. സോ ഈ ഒരു ഭാഗത്തിൻ്റെ ആൻസർ നമ്മൾക്ക് 8 എന്ന് കിട്ടും. ഇത് 8. അങ്ങനെയാണെങ്കിൽ സെയിം അപ്രോച്ച് വെച്ച് സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ക്വാഡ്രാറ്റിക് ഗീവൺ ആണ് x² പ്ലസ് 3x മൈനസ് 1 ഇസ് ഇക്വൽ ടു 0. അതിൻ്റെ റൂട്ട്സ് നമുക്ക് ഗാമയും ഡെൽറ്റയാണ്. ഓക്കെ, നമുക്കിവിടെ Q തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും Q25 പ്ലസ് 3Q24 മൈനസ് Q23 ഈക്വൽ ടു 0. നമുക്കിവിടെ വേണ്ടത് Q25 മൈനസ് Q23 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3Q24. അങ്ങനെയാണെങ്കിൽ Q25 മൈനസ് Q23 ബൈ Q24 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3. അപ്പോൾ സെക്കൻഡ് പാർട്ടും കിട്ടി. അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ ആൻസർ -3 എന്ന് കിട്ടി. അതിൻ്റെ സമ്മ ചോദിച്ച്. സോ സം എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3. സോ ഇറ്റ്സ് വിൽ ബി ഈക്വൽ ടു 5. സോ 5 എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ചെയ്യാൻ ബേസിക്കലി ഒരു 20 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഞാൻ ഈ ന്യൂട്ടൺസ് തിയറം അത്രയും ഫെമിലിയർ അല്ല, NCERT പഠിക്കണില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതുമാത്രം ഞാൻ വരുമെന്ന് പറയണില്ല, കാരണം കഴിഞ്ഞ വർഷം 19 ഷിഫ്റ്റിൽ 2 ഷിഫ്റ്റിലാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 2 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2/19 നിങ്ങൾക്ക് നോക്കാം. 2/19 ഇൻറ്റു 100 എത്ര പെർസെൻറ്റേജ് ഓഫ് ദി ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടെന്ന്. അത്രേ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ വന്നാൽ ലോട്ടറി ബോണസ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ഇത് ചെയ്യാൻ കുറേ സമയം ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ഒന്ന് ചാറ്റ് ബോക്സ് നോക്കാം.
ഓക്കെ 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 ഫൈൻ. സോ ദിസ് ഈസ് ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മളൊന്ന് പേടിച്ചു പോവും. അതായത് ലിമിറ്റും ക്വാഡ്രാറ്റിക്കും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടാൽ ഇത് ഒറ്റ ഒരാളും അറ്റംപ്റ്റ് ചെയ്യൂല. ബട്ട് ഇത് ചെയ്യാൻ ചെറിയ നോളേജ് മതി. ഐ മീൻ വലിയ നോളേജ് ഒന്നും വേണ്ട, ചെറിയ നോളേജ് മതി. ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ഫോർ ടി ഗ്രേറ്റർ ദാൻ -1 ആൽഫ ടി ആൻഡ് ബീറ്റ ടി ബി ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗിവൺ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആ പേടി മാറ്റാൻ വേണ്ടി ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ടി പ്ലസ് 2 ഓൾ റേസ് ടു 1/7 -1 into x square plus t plus 2 into 1/6 minus 1 into x plus t plus 2 all raised to 1/21 minus 1 equal to 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫ ടിയും ബീറ്റ ടിയും. ദാറ്റ് മീൻസ് ഇതിൻ്റെ റൂട്ടാണ് ആൽഫ ടിയും ബീറ്റ ടിയും. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇഫ് ലിമിറ്റ് ടി ടെൻസ് ടു -1. ഇപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു, ലിമിറ്റ് കണ്ട് പേടിക്കരുത്, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഈസിയാണ്. ലിമിറ്റ് ടി ടെൻസ് ടു -1 പ്ലസ് ആൽഫ ടി എ എന്ന് ഗിവൺ ആണ്. ആൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു -1 പ്ലസ് ബീറ്റ ടി ബി എന്ന് ഗിവൺ ആണ്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 72 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. 72 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആര് കണ്ടുപിടിക്കണം? എ പ്ലസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു -1 പ്ലസ് ആൽഫ ടി പ്ലസ് ബീറ്റ ടി ആണ് എന്ത്? എ പ്ലസ് ബി. അപ്പോൾ ആൽഫ ടി പ്ലസ് ബീറ്റ ടി കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ക്വാഡ്രാറ്റിക്കിൽ നിന്ന് ആൽഫ ടി പ്ലസ് ബീറ്റ ടി കണ്ടുപിടിച്ചാൽ മതി. ആൽഫ ടിയും ബീറ്റ ടിയും ഇതിൻ്റെ റൂട്ട് എന്നാണ് പറഞ്ഞേ. ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ നമ്മൾക്കതിൻ്റെ സം ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആൽഫ ടി പ്ലസ് ബീറ്റ ടി എന്ന് പറയുകയാണെങ്കിൽ -b/a അല്ലേ. സോ -t പ്ലസ് 2 ഓൾ റേസ് ടു 1/6 -1 ബൈ എ. എ എന്ന് പറഞ്ഞാൽ t plus 2 all raised to 1/7 minus. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ കിട്ടി, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എ പ്ലസ് ബി കിട്ടും. സോ ലിമിറ്റ് ടി ടെൻസ് ടു -1 പ്ലസ്, സോ ഇറ്റ് ഈസ് ബേസിക്കലി മൈനസ് ഓഫ് ടി പ്ലസ് 2 ഓൾ റേസ് ടു 1/6 -1 ഹോൾ ഡിവൈഡഡ് ബൈ ടി പ്ലസ് 2 ഓൾ റേസ് ടു 1/7 -1. ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ ആൻസറായി. ഇത് കണ്ടുപിടിച്ചാൽ എ പ്ലസ് ബി എന്ന് കിട്ടും. സോ ഇവനെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. -1 ഇട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2 - 1 1 ആണ്. 1 raised to anything is 1. 1 - 1 is 0. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഓക്കെ, അപ്പോൾ 0/0 ഉറപ്പായും എനിക്ക് ലോപ്പിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാം. ലോപ്പിറ്റാൽ, നിങ്ങൾ എൽ ഹോസ്പിറ്റൽ റൂൾ എന്നായിരിക്കും പറയുക. ലോപ്പിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാം. എപ്പോഴൊക്കെയാണ് ലോപ്പിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുക? 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം വന്നാൽ ലോപ്പിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു -1 പ്ലസ് നെഗറ്റീവ് അങ്ങനെ തന്നെ എടുത്തു 1/6 ഇൻറ്റു ടി പ്ലസ് 2 ഓൾ റേസ് ടു, ഡിഫറൻഷിയേറ്റ് ആണ് ചെയ്യണേ. ടി പ്ലസ് 2 ഓൾ റേസ് ടു 1/6ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/6 -1. 1/6 -1 എന്ന് പറഞ്ഞാൽ -1/6 -1/1. അപ്പോൾ 1 - 6 -5/6 എന്ന് വരും. ആൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ -1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 1/4 ഇൻറ്റു 1/4 എന്നാണല്ലോ. അല്ല, 1/4 അല്ല, ദിസ് ഈസ് 1/7. ഇത് 7 ആണ്. അപ്പോൾ 1/7 ഇൻറ്റു ടി പ്ലസ് 2 ഓൾ റേസ് ടു -6/7. ഇപ്പോൾ ഡയറക്റ്റ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. കാരണം 2 - 1 1. 1 raised to anything is 1. 1 raised to anything is 1. സോ ഇവിടെ ആൻസർ -7/6 എന്ന് കിട്ടി. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇതിൻ്റെ ലിമിറ്റ് എ പ്ലസ് ബി എന്നാണ് കിട്ടിയത്. അപ്പോൾ എ പ്ലസ് ബി 7/6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എ പ്ലസ് ബി. അപ്പോൾ എ പ്ലസ് ബി -7/6 ആണെങ്കിൽ
എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49/36. എന്നോട് ചോദിച്ചത് 72 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ 72 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 72 ഇൻറ്റു 49/36. അപ്പോൾ 36 ഇൻറ്റു 1 36 ഇൻറ്റു 2 2 ഇൻറ്റു 49 ദാറ്റ് ഈസ് 98. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 98 ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിമിറ്റ് കണ്ടാൽ പേടിക്കും, ക്വാഡ്രാറ്റിക് കണ്ടാൽ എന്തായാലും പേടിച്ചു പോകും, ഇത്രയും വലിയ സാധനമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് വെച്ച് സം ഓഫ് റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ലിമിറ്റ് കണ്ടുപിടിക്കുക. സോ അത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഭയങ്കര ഒരു റോക്കറ്റ് സയൻസ് ഒന്നും കണ്ടിട്ടില്ല, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ദാറ്റ് വാസ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഡൗട്ട് ഇല്ലെങ്കിൽ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ ബേസിക്കലി ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തേർഡ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ന്യൂട്ടൺസ് തിയറം. ന്യൂട്ടൺസ് തിയറത്തിൽ നിന്നുള്ളൊരു പ്രോബ്ലമാണ്. ഞാൻ എങ്ങനെ മനസ്സിലാക്കി? P10 P9 P8 ഉണ്ട്, അപ്പോൾ പിന്നെ അതെന്തായാലും ന്യൂട്ടൺസ് തിയറം ആയിരിക്കുമല്ലോ. ഓക്കെ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ P10 123, P9 76, P8 47, P1 1 തന്നിട്ടുണ്ട്. Pn, അപ്പോൾ Pn എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണ്. P എന്ന് പറഞ്ഞാൽ P1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ P ഗീവൺ ആണ്, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ 1 എന്ന് ഗീവൺ ആണ്. ഓക്കെ, അതിന് ഇൻഫർമേഷൻ അവിടെ ഇരുന്നോട്ടെ. ആൻഡ് P10 123, ഈ ഒരു ക്വസ്റ്റ്യൻ JEE മെയിൻ സെഷൻ 2 ഏപ്രിൽ 2 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ P10 123, P9 76, P8 47. സോ ഇവിടെ നമ്മൾക്കൊരു നല്ലൊരു റിലേഷൻ, ഇത് രണ്ടും സം ചെയ്താൽ നമ്മൾക്കിത് കിട്ടുന്നുണ്ട്. സോ ഇവിടെ P10 എന്ന് പറഞ്ഞാൽ ബേസിക്കലി P9 പ്ലസ് P8 എന്നാണ്. സോ P10 മൈനസ് P9 മൈനസ് P8 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ P10 എന്ന് പറഞ്ഞാൽ P10 നമുക്ക് 123 എന്ന് ഗിവൺ ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ച് അത് എഴുതാൻ പറ്റും. ഇനി ന്യൂട്ടൺസ് ഫോർമുല വെച്ച് നമ്മൾക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ക്വാഡ്രാറ്റിക് ഈസ് നത്തിങ് ബട്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ ന്യൂട്ടൺസ് ഫോർമുലയാണത്, ന്യൂട്ടൺസ് തിയറം ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുക, എക്സ് റേസ് ടു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടിക്കോളും. ഓക്കെ, അതിൽ ആൽഫ ബീറ്റയും കൊടുത്താൽ ഈ സാധനം കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഈ ക്വാഡ്രാറ്റിക് അല്ല, ഇതിൻ്റെ റൂട്ട് ആൽഫ ബീറ്റ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാവിങ് ദി റൂട്ട് 1/α ആൻഡ് 1/β. ഞാൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ റൂട്ട് ആൽഫ ബീറ്റയാണ്. അപ്പോൾ 1/α 1/β കിട്ടണമെങ്കിൽ നമ്മുടെ ഗിവൺ ക്വാഡ്രാറ്റിക്കിൽ റീപ്ലേസ് എക്സ് ബൈ 1/x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/x സ്ക്വയർ മൈനസ് 1/x മൈനസ് 1 ഈക്വൽ ടു 0. എക്സ് റേസ് ടു 4 വെച്ച് മൾട്ടിപ്ലൈ എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 1 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക്. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1, ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചിന്തിക്കാനുള്ള സാധനം ഇതാണ്. P10 ഇസിക്കൽ ടു P9 പ്ലസ് P8. അത് നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാവണം. ആ റിലേഷൻ കിട്ടിയാൽ ന്യൂട്ടൺസ് തിയറം വെച്ച് ഈ റിലേഷൻ എഴുതാൻ പറ്റും. ഈ റിലേഷൻ കിട്ടിയാൽ P10 മൈനസ് P9 മൈനസ് P8 0 ആണെങ്കിൽ എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 0 എന്ന് എഴുതാൻ പറ്റും. അത് എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു റിലേഷൻ കിട്ടി. ഇപ്പോൾ Q എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n എന്ന് ഗിവൺ ആണ്. ഇപ്പോൾ Q 98 പ്ലസ് 3Q 97 മൈനസ് 7Q 96 ഇസിക്കൽ ടു 0 എന്ന് കിട്ടിയാൽ ഉറപ്പായും ക്വാഡ്രാറ്റിക് ഇവിടുന്ന് ഡയറക്റ്റ്ലി എഴുതാൻ പഠിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 7 വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു റിലേഷൻ കിട്ടിയാൽ തിരിച്ച് ക്വാഡ്രാറ്റിക് എഴുതാൻ എളുപ്പമാണ്. കൺസിഡർ ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് n ഇസിക്കൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് n ഈക്വൽ ടു 0 ആൻഡ് എന്നിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട് 20 to 100. Then the number of all distinct values of n for which the given equation has integral root. അതായത് റൂട്ട്സ് ഇൻറ്റീജർ ആവണം,
അപ്പോൾ നമുക്കിവിടെ റൂട്ട് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഓർമ്മയില്ലെങ്കിൽ -4 പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ ദാറ്റ് ഈസ് 16 മൈനസ് പ്ലസ് 4n/2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് ഓ മൈനസ് 4 വരുത്തു വരുവാണെങ്കിൽ 2 എന്ന് വരും. അപ്പോൾ 4 ഇവിടെ നമ്മൾ കോമൺ ആയി എടുത്തിട്ടുണ്ട്. സോ 4 × 4 ആണ്. സോ 4 പ്ലസ് n എന്ന് വരും /2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -4/2 -2 പ്ലസ് ഓ മൈനസ് റൂട്ട് 4 പ്ലസ് n. ഇതാണ് എൻ്റെ ഇത് വരിക. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ ചോദിച്ചത് റൂട്ട്സ് ഇൻറ്റഗ്രൽ ആവണം. അപ്പോൾ റൂട്ട് ഇൻറ്റിജർ ആവണമെന്നുണ്ടെങ്കിൽ -2 ഇൻറ്റിജർ ആണ്, പ്ലസ് ഓർ മൈനസ് ഈ റൂട്ട് 4 പ്ലസ് n ഇൻറ്റിജർ ആയാൽ മതി. അപ്പോൾ എന്നിന് കൊടുക്കാവുന്ന വാല്യൂ 20 തൊട്ട് 100 വരെയാണ്. അപ്പോൾ എന്നിന് കൊടുക്കാവുന്ന വാല്യൂ 20 ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ 20, 21 എക്സെട്രാ ടിൽ 100 വരെയാണ്. അപ്പോൾ 4 പ്ലസ് n പെർഫെക്റ്റ് സ്ക്വയർ ആവണം, എന്നാലേ ഇത് ഇൻറ്റിജർ ആവുള്ളൂ. അപ്പോൾ 4 പ്ലസ് എന്നിന് കൊടുക്കാവുന്ന വാല്യൂ n 20, 21 ആണെങ്കിൽ 24 എക്സെട്രാ ഈ ഒരു ഓർഡറിൽ പോവും. 4 പ്ലസ് n അല്ലേ, ബി സ്ക്വയർ മൈനസ് 4ac. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4 × a × -a. സോ ഇതിൻ്റെ ഇടയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ടിൽ 104 വരെ പോവും അല്ലേ. 4 പ്ലസ് n എന്നിൻ്റെ വാല്യൂ 20 എക്സെട്രാ ടിൽ 100 ആണെങ്കിൽ 4 പ്ലസ് എന്നിൻ്റെ വാല്യൂ നമുക്ക് 24 എക്സെട്രാ തൊട്ട് നമുക്ക് എന്ത് വരും. അപ്പോൾ അതിനിടയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടെന്ന് നോക്കാം. സോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു 25 ഉണ്ട്, 36 ഉണ്ട്, 49 ഉണ്ട്, 64 ഉണ്ട്. അപ്പോൾ 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ, 8 സ്ക്വയർ, 9 സ്ക്വയർ, 81 ഉണ്ട്, 100 ഉണ്ട്. നമ്മളോട് ചോദിച്ചത് then the number of all distinct values of n. അപ്പോൾ 1, 2, 3, 4, 5, 6. അപ്പോൾ 6 ആണ് ആൻസർ. 6 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഉണ്ടെങ്കിലേ ഇവിടെ ഇൻറ്റീജർ റൂട്ട്സ് വരുള്ളൂ. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ടാൽ പേടിക്കും, ബട്ട് ബേസിക് ക്വാഡ്രാറ്റിക് വെച്ചാണ് ഈ ഒരു സാധനം നമ്മൾ ചെയ്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും കഴിഞ്ഞ വർഷത്തെ ഒരു JEE ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സ് നോക്കി കുറച്ച് സമയമായി. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് നോക്കുവാണ്, സംശയമുള്ളത് ചോദിക്കാം. ഓക്കെ, എനി ഡൗട്ട്? നോ, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, റെസ്പോണ്ട് പ്ലീസ്. ഓക്കെ, ഫൈൻ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, let the set of all values of p belongs to R for which both the roots of the equation. അപ്പോൾ ഇക്വേഷൻ ഗിവൺ ആണ് x സ്ക്വയർ മൈനസ് p പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2p പ്ലസ് 9 ഈക്വൽ ടു 0 എന്നുണ്ട്. അവിടെ ഈക്വൽ ടു 0 ഉണ്ടാവും. ആർ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ബി ദി ഇൻ്റർവെൽ. അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ടും നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് ഗിവൺ ആണ്. സോ നമ്മൾക്ക് കേസ് 1 നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. കേസ് 1 രണ്ട് റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ദാറ്റ് ഈസ് p പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു c ഇൻറ്റു 2p പ്ലസ് 9 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഈസ് p സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4p മൈനസ് 8p മൈനസ് 36 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ p സ്ക്വയർ 4p minus 8p minus 4p 4 minus 36 that is minus 32 greater than or equal to 0. സോ ഇവിടെ നമ്മൾക്ക് രണ്ട് റൂട്ട് ഗിവൺ ആണ്. അതിൽ രണ്ട് റൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പിയുടെ ഇൻ്റർവെൽ കിട്ടും. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് -32 എന്ന് കിട്ടണം. സമ്മ് നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടണം? -4 എന്ന് കിട്ടണം. അപ്പോൾ 4 minus 36 നമുക്ക് -32 എന്നാണ് കിട്ടുക. സോ റൂട്ട് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് 4 -4ഉം -8ഉം വരും. p -8 ഇൻറ്റു p പ്ലസ് 4 വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ബിക്കോസ് p ഇൻറ്റു p സ്ക്വയർ 4p
minus 8p, minus 4p, minus 32. So wavy curve method verkuanengil critical point minus 4, 8. So this is plus, minus, plus. So ഇവിടെ range എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് p less than or equal to minus 4 and p greater than or equal to 8. രണ്ട് വാല്യൂ കിട്ടും. p less than or equal to minus 4, p greater than or equal to 8 എന്ന് കിട്ടും. ഇനി അടുത്ത കണ്ടീഷനിലോട്ട് പോവാം. കേസ് 2. കേസ് 2ലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് രണ്ട് റൂട്ടും both the roots are negative real numbers എന്ന് തന്നിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2p plus 9 should be greater than 0. അപ്പോൾ p greater than minus 9/2 എന്ന് വരും. ഇനി കേസ് 3 എടുക്കുവാണെങ്കിൽ സം ഓഫ് റൂട്ട്, രണ്ട് റൂട്ടും നെഗറ്റീവ് ആണെങ്കിൽ സം ഓഫ് റൂട്ടും ഉറപ്പായും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് b/2a ദാറ്റ് ഈസ് p plus 2 ഷുഡ് ബി ലെസ് ദാൻ 0. അപ്പോൾ p ലെസ് ദാൻ മൈനസ് 2. സോ ഇത്രയും കണ്ടീഷൻ വെച്ച് നമ്മൾക്ക് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു നമ്പർ ലൈൻ വരക്കാം. സോ നമ്മുടെ ഇവിടെ ഉള്ള വാല്യൂസ് ആരൊക്കെയാണെന്ന് നോക്കാം. -4 ഉണ്ട്. അപ്പോൾ -4, -2 ഉണ്ട്. -9/2 എന്ന് പറഞ്ഞാൽ -4.5. അപ്പോൾ -4.5 എന്ന് പറഞ്ഞാൽ -4 ഇവിടെ -5 ആണെങ്കിൽ ഇവിടെ -4.5 ഉണ്ടാവും. ആൻഡ് p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഇവിടെ 8 ഉണ്ടാവും. സോ ഇത്രയും വാല്യൂസാണ് വരിക. അപ്പോൾ അത് പ്ലോട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇൻ്റർവെൽ എന്ത് എഴുതാൻ പറ്റും? എഴുതാൻ പറ്റും. സോ അത് നോക്കി ബീറ്റ -2 ആൽഫ കണ്ടുപിടിച്ചാൽ ആൻസർ ഈസ് ഡൺ. അപ്പോൾ p ഗ്രേറ്റർ ദാൻ -9/2, യെസ്. p ലെസ് ദാൻ -2, p ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4, p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. സോ ഇതൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ p ഗ്രേറ്റർ ദാൻ -9/2, -9/2നെക്കാളും വലുതാവണമെന്നാണ് പറഞ്ഞത്. സോ ഇതിനെ പിങ്ക് കൊണ്ട് ഷെയ്ഡ് ചെയ്തു. ആൻഡ് p ലെസ് ദാൻ -2, p ലെസ് ദാൻ -2 ഞാൻ ബ്ലൂ കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. p ലെസ് ദാൻ -2, -2നെക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ ഈ ഒരു റീജിയൻ വന്നു. ആൻഡ് p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 അത് ഗ്രീൻ കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, p ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4, -4നെക്കാളും ചെറുതാവണം. അപ്പോൾ ഇതിലൊക്കെ ഉള്ള കോമൺ റീജിയനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ മൈനസ് കോമൺ റീജിയൻ ചോദിച്ചാൽ -9/2, -4.5 ഇൻക്ലൂഡഡ് അല്ല. p ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 ആണ്. സോ ഓപ്പൺ ഇൻ്റർവെൽ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ -9/2 to -4 ക്ലോസ്ഡ് എന്ന് വരും. to -4 ക്ലോസ്ഡ് എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ എനിക്ക് -9/2 എന്ന് കിട്ടി, ബീറ്റ -4 എന്ന് കിട്ടി. സോ ഞാൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബീറ്റ -2 ആൽഫ. സോ -4 -2 ഇൻറ്റു ആൽഫ ദാറ്റ് ഈസ് -9/2. -4 -2 അല്ല, ബീറ്റ -2 ആൽഫ. അപ്പോൾ -2 ഇൻറ്റു, അപ്പോൾ -2 2 മൈനസും കട്ടായി. അപ്പോൾ 9 - 4 ദാറ്റ് ഈസ് 5. സോ ആൻസർ 5 ആയിരിക്കും. സോ 5 ആണ് ആൻസർ. അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് വളരെ സിമിലർ ആണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യാൻ വേവി കർവ് മെത്തേഡ് തറവായിരിക്കണം. അതുപോലെ തന്നെ ഈ ഇൻ്റർവെൽ പ്ലോട്ട് ചെയ്യാൻ അറിയണം. വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ, ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്പർ 7ലോട്ടാണ് പോകുന്നത്. ഇത് മോഡുലസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x into mod x minus 2 plus 3 into mod x minus 3 plus 1 is equal to 0. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ടഫാണ്. ബട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനും ഈ ടൈപ്പ് തന്നെയായിരിക്കും വരിക. സോ വെൻ എവർ യു സി എ മോഡുലസ്, നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം മോഡുലസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് മോഡുലസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ക്രിട്ടിക്കൽ പോയിന്റിൽ വേണം നമ്മൾ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് 3 കേസായിട്ട് എടുക്കാം. അപ്പോൾ കേസ് 1 ക്രിട്ടിക്കൽ പോയിന്റിന് മുമ്പും ക്രിട്ടിക്കൽ പോയിന്റിന് ശേഷവും. അപ്പോൾ കേസ് 1 x ലെസ് ദാൻ 2 ആണെങ്കിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ x ലെസ് ദാൻ 2 ആണെങ്കിൽ ലെസ് ദാൻ 2 ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് എടുക്കാം 1. അപ്പോൾ 1 - 2 എന്ന് പറയുമ്പോൾ മോഡിനകത്ത് നെഗറ്റീവ് വരും. അപ്പോൾ x - 2 മൈനസ് ആയിട്ട് ബ്രേക്ക് ആവും.
അപ്പോൾ എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ആവും പ്ലസ് 3 ഇൻറ്റു 2 നമ്മൾ എക്സിന് എത്രയാണ് കൊടുത്തത് എക്സ് ലെസ് ദാൻ 2 അപ്പോൾ എക്സ് ലെസ് ദാൻ 2 ആണെങ്കിൽ ഒരു 1 എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 3 അതും നെഗറ്റീവ് സോ 3 ഇൻറ്റു 3 മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇങ്ങനെയാണ് കേസ് 1ൽ നമ്മൾ ആ ഒരു ഫംഗ്ഷനെ ബ്രേക്ക് ചെയ്യുക. ഇതെപ്പോഴും ഓർത്ത് വെക്കുക എക്സ് ലെസ് ദാൻ 2. ഇനി കേസ് 2 എന്ന് പറയുകയാണെങ്കിൽ എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 2 ആൻഡ് 3 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ 2ൻ്റെയും 3ൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കാം 1.5. അപ്പോൾ 1.5 മൈനസ് 2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും വരിക. സോ അവിടെയും എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് വരും ബിക്കോസ് 1.5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1.5 ഇതിനേക്കാളും ചെറുതാണ് പ്ലസ് 3 ഇൻറ്റു 1.5 അല്ല 2.5 ആണ് സോറി. അപ്പോൾ 2.5 എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവായി തന്നെ വരും. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു 2.5 ഇവിടെ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് വരും ഇൻറ്റു 3 മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. സോ നമ്മൾ 2ക്ക് മുമ്പ് ബ്രേക്ക് ചെയ്തു 2ക്കും 3യുടെ ഇടയിൽ ബ്രേക്ക് ചെയ്തു. ഇനി കേസ് 3 എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എവിടെ ബ്രേക്ക് ചെയ്യാം 3ന് ശേഷം ബ്രേക്ക് ചെയ്യുക. സോ കേസ് 3 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 3 എക്സ് ഗ്രേറ്റർ ദാൻ 3ൽ ബ്രേക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഇപ്പോൾ 2x എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 9 മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. So this is minus x square 2x minus 3x minus x 9 plus 1 8 equal to 0 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ x square plus x minus 8 equal to 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് കിട്ടും. നയൻ പ്ലസ് 1 അപ്പം 9 plus 1 x square minus x 2x minus 3x minus x square 3 into 3 9 plus 1 10 അവിടെ അവസാനം പ്ലസ് 1 എന്നാണല്ലോ ഉള്ളത്. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 8 അല്ല വരിക 2x ഇൻറ്റു എക്സ്. അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 9 പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 10 ഈസ് ഇക്വൽ ടു 0 എന്ന് വരും. ഇനി കേസ് 2ൻ്റെ കേസിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 9 മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3x മൈനസ് 5x പ്ലസ് 10 ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ഇനി തേർഡ് കേസിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ x into minus 2 minus 2x plus 3 into x 3x minus 9 plus 1 equal to 0. So 3x minus x that is x square plus x square plus x minus 8 equal to 0. So ഞാൻ ഒന്ന് കീ ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ അവസാനം തെറ്റിയാൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 8 is equal to 0. അതാണ് കേസ് 3 എക്സ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 9 പ്ലസ് 1 മൈനസ് 8 എന്നാണ് കിട്ടുക നമുക്ക് ഗ്രേറ്റർ ദാൻ 3. സോ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 10 ഈസ് ഇക്വൽ ടു 0. ഓക്കെ, 3 കേസ്. രണ്ടാമത്തെ കേസ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 2 to 3 എന്ന് പറയുമ്പോൾ 2.5. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഇത് പോസിറ്റീവ് ആവും ഇത് നെഗറ്റീവ് ആവും 3 ഇൻറ്റു 3 മൈനസ് എക്സ് പ്ലസ് 1. സോ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 2x plus 3 into 3 9 3 into minus x minus 3x plus 1 is equal to 0. So minus 2x and minus 3x so minus 5x plus 10 is equal to 0. ഈ മൂന്ന് കേസും സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എക്സിന് കിട്ടാവുന്ന വാല്യൂസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്ത് നോക്കണ്ടേ ചെക്ക് ചെയ്ത് നോക്കണ്ടേ. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 10 is equal to 0 ക്വാഡ്രാറ്റിക് വെച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ എക്സ് is equal to minus 1 plus or minus root b square. So 1 b square 1 minus 4ac 4 into so root 40 by 2a that is 2. So x is equal to minus 1 plus or minus root 41 by 2 എന്ന് വരും. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ആണ് ചോദിച്ചത്. സോ നമ്മളിവിടെ എക്സ് ലെസ് ദാൻ 2 ആണ് എടുത്തത്.
അപ്പോൾ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇവിടെയും എക്സ് ലെസ് ദാൻ 2 ആയിട്ടുള്ള വാല്യൂവേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ എക്സ് ഈസ് ഇക്വൽ ടു -1 മൈനസ് √41/2. അപ്പോൾ -√41 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 6 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് -1 മൈനസ് 6.5/2 എടുക്കുകയാണെങ്കിൽ -7.5/2. അപ്പോൾ അത് -3.5. അപ്പോൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, റേഞ്ചിൽ വരുന്നുണ്ട്. സോ ഒരാളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. -1 + 6.5 അപ്പോൾ 5.5/2. അത് എക്സ് ലെസ് ദാൻ 2 വരില്ല. അടുത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. സിമിലർലി ഈ ഒരു ക്വാഡ്രാറ്റിക് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഈ ഒരു ക്വാഡ്രാറ്റിക്കും സോൾവ് ചെയ്യുക. 3 ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂസ് ഉണ്ടാവും. സോ ഈ കേസും തമ്മിലെടുത്ത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെ മാത്രം ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനത്തെ എത്ര റൂട്ട്സ് ഉണ്ട് എന്ന് എണ്ണാനാണ് പറഞ്ഞത്. സോ അങ്ങനെ ഇവിടെ ചെയ്തു നോക്കുകയാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടൈം, അതുകൊണ്ട് ഞാൻ ആൻസർ ഇവിടെ ഡയറക്റ്റ് പറയുകയാണ്. വിൽ ബി ഗെറ്റിംഗ് 1 ആസ് ദി ആൻസർ. നമ്പർ ഓഫ് സൊല്യൂഷൻ 1 എന്ന് കിട്ടും. യെസ്. യെസ്, നമ്പർ ഓഫ് സൊല്യൂഷൻ നമുക്കിവിടെ 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ അപ്രോക്സിമേഷൻ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യനും അതേപോലത്തെ മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് ഈസ് ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x + 2 ഹോൾ സ്ക്വയർ പ്ലസ് mod x + 2 ഹോൾ സ്ക്വയർ പ്ലസ് mod x - 2 -2 = 0. ഇതിൻ്റെ റൂട്ട്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മും ആൻഡ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി റൂട്ട്. അടുത്ത ഒരാൾ x² - 2 × mod x - 3 -5 = 0. ഇത് രണ്ടാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ബട്ട് ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഇത് ആക്ച്വലി മൈനസ് ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ശരിയാക്കാം. ഇത് മൈനസ് ആണ്, പ്ലസ് അല്ല. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, പുട്ട് mod x - 2 = t എന്ന് കൊടുക്കുക. സോ t² + t - 2 = 0. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. ഇനി അടുത്ത ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ക്വാഡ്രാറ്റിക്കിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഒരെണ്ണം x > 3ഉം x < 3ഉം, അടുത്തത് x > or = 3ഉം. x < 3 ആവുമ്പോൾ ഇത് x², x < 3 ആവുമ്പോൾ 3നേക്കാളും ചെറുതായ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ 2 - 3 നെഗറ്റീവ് വരും. അപ്പോൾ +2 × x - 3 -5 = 0. So x² + 2x - 6 - 5 = 0. So x² + 2x - 11 = 0 എന്ന് വരും. ഇനി x > or = 0 ആണെങ്കിൽ x² - 2 × x - 3 -5 = 0. So x² - 2x + 6 - 5 = 0. So this is x² - 2x 6 - 5 = 1 = 0 എന്ന് വരും. സോ ഈ ക്വാഡ്രാറ്റിക്കും നമ്മൾക്ക് ഇവിടെ എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, സോൾവ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു കേസിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് -2 എന്ന് കിട്ടണം, സമ്മ് -1 എന്ന് കിട്ടണം. സോ t + 2 × t - 1 = 0. സോ t × 2 t², t × 1 -t + 2t, that is t 2 × 1. So t = -2 t = 1 എന്ന് കിട്ടും. t എന്ന് പറഞ്ഞാൽ mod x - 2, mod x - 2 = -2, mod x - 2 = 1. mod x - 2 -2 അതൊരിക്കലും കിട്ടൂല, നോ വേ. mod x - 2 1. സോ ദാറ്റ് മീൻസ് x - 2 ഒന്നല്ലെങ്കിൽ 1 ആവാം, അല്ലെങ്കിൽ x - 2 -1 ആവാം. സോ x = 3 or x = 1. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3² + 1², 3² + 1² 10 എന്ന് കിട്ടും. സോ ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ സ്ക്വയർ 3² + 1² നമ്മൾക്ക് 10 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ സ്ക്വയർ ആണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് x² + 2x - 11 = 0ഉം അതുപോലെ തന്നെ
എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഇക്വൽ ടു 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഇക്വൽ ടു 0 എന്ന് പറയുവാണെങ്കിൽ അത് നമ്മൾക്ക് ഡയറക്ട്ലി ഐ ക്യാൻ റൈറ്റ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 0. സോ ദാറ്റ് ഈസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1. പക്ഷേ ഇത് റിജക്ട് ചെയ്യാം, കാരണം ക്വസ്റ്റ്യൻ്റെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന കണ്ടീഷനിലാണ് ചെയ്തത്. അപ്പോൾ എക്സ് ഒരിക്കലും 1 ആവില്ല. ഇനി ഈ കണ്ടീഷൻ ചെയ്യുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 11 എന്ന ക്വാഡ്രാറ്റിക് കിട്ടി. അപ്പോൾ ഇതിന് 2 റൂട്ട് ഉണ്ടാവും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിമിനൻറ്റ് ഇവിടെ എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. നമുക്ക് സം ഓഫ് സ്ക്വയർസ് ഓഫ് റൂട്ടാണ് ചോദിച്ചത്. സോ ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ നോക്കാം. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -2 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ഇവിടെ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ -11 ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമ്മൾ പഠിച്ചായിരുന്നു. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ, ഐ മീൻ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. -2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ +22. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. സോ ഇതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് 26 എന്ന് കിട്ടി. ഇതിൻ്റെ സം ഓഫ് സ്ക്വയർ 10 എന്ന് കിട്ടി. സോ ആൻസർ ഈസ് ബേസിക്കലി 26 പ്ലസ് 10. സോ ആൻസർ ഈസ് സപ്പോസ് ടു ബി 36. ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ മോഡുലസിൻ്റെ ക്വസ്റ്റ്യനിൽ ഇത് ശ്രദ്ധിക്കണം. ഇത് എളുപ്പമായിരുന്നു. ടി സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്തു. ഇയാളെ റിജക്ട് ചെയ്തു, കാരണം മോഡുലസ് ഒരിക്കലും -2 ആവത്തില്ല. ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് എക്സ് 1 എന്ന് കിട്ടി, അത് വരൂല. നമ്മൾ അടുത്ത കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയിരുന്നു. അടുത്ത കണ്ടീഷൻ വെച്ച് നമ്മൾ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് അറിയില്ല. ഇനി ഹൗ ചെയ്യാം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് ചോദിച്ചത്. ഒരു കാര്യം ചെയ്യാം, ഇക്വേഷൻ എഴുതിയെടുക്കാം. 9/x മൈനസ് 9/√x പ്ലസ് 2 ഇൻറ്റു 2/x മൈനസ് 7/√x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുട്ട് 1/√x ഇസ് ഇക്വൽ ടു t എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1/x t സ്ക്വയർ ആയിരിക്കും. സോ ആദ്യത്തെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 9t സ്ക്വയർ മൈനസ് 1/√x എന്ന് പറഞ്ഞാൽ t ആണല്ലോ, 9/x എന്ന് പറഞ്ഞാൽ t സ്ക്വയർ. അപ്പോൾ -9t പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ സിമിലർലി 2/x എന്ന് പറഞ്ഞാൽ t സ്ക്വയർ. അപ്പോൾ 2t സ്ക്വയർ മൈനസ് 7t പ്ലസ് 3 ഈക്വൽ ടു 0. രണ്ട് ക്വാഡ്രാറ്റിക്കും എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾക്കിവിടെ 3t മൈനസ് 1 ഇൻറ്റു 3t മൈനസ് 2 എന്ന് കിട്ടും. സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2t മൈനസ് 1 ഇൻറ്റു t മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ 3t മൈനസ് 1 ഇൻറ്റു 3t മൈനസ് 2 എന്നാണ് വരിക. സോ ഇവിടെ t ഈക്വൽ ടു 1/3, 2/3, 1/2, 3 എന്ന് വരും. നമ്മൾ t എന്ന് പറഞ്ഞാൽ 1/√x എന്നാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ 9, 9/4, 4, അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത് റെസിപ്രോക്കൽ എടുക്കണം അല്ലേ, നമുക്ക് x ആണ് വേണ്ടത്. അപ്പോൾ t സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 1/x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ t സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/x. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് റെസിപ്രോക്കൽ 1/3ൻ്റെ 9, 2/3ൻ്റെ 9/4, 1/2ൻ്റെ സ്ക്വയർ 1/4, റെസിപ്രോക്കൽ 3ൻ്റെ സ്ക്വയർ 1/9. സോ നമ്മളോട് ചോദിച്ചാൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ഇവിടെ നമ്മൾക്ക് ഡയറക്റ്റ്ലി കിട്ടി. നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് 4. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ചലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം വെച്ചിട്ടാണ് നമ്മളിവിടെ ഫാക്ടറൈസേഷൻ ചെയ്തത്. സോ ആൻസർ 4 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനും എഗെയിൻ മോഡുലസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് മോഡ് 2x മൈനസ് 3 മൈനസ് 4 ഇസിക്കൽ ടു 0. അപ്പോൾ മോഡ് 2x മൈനസ് 3നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ രണ്ട് കണ്ടീഷൻ വരും. 2x മൈനസ് 3 വരും, അല്ലെങ്കിൽ മൈനസ് ഓഫ് 2x മൈനസ് 3 വരും. 2x മൈനസ് 3 വരുന്നത് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ് 3/2 ആണ്. അപ്പോൾ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/2 ആവുമ്പോൾ 2x മൈനസ് 3 വരും. എക്സ് ലെസ് ദാൻ 3/2 ആവുമ്പോൾ
മൈനസ് 2x മൈനസ് 3 വരും. അപ്പോൾ ക്വാഡ്രാറ്റിക്കിനെ രണ്ട് കേസിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ കേസ് 1 എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/2 എന്ന കേസ് എടുക്കാം. സോ ആ ഒരു കേസ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കേസ് 2, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 3/2. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 3 മൈനസ് 2x മൈനസ് 4 ഈക്വൽ ടു 0. മോഡുലസ് നെഗറ്റീവായി ഓപ്പൺ ആയി. അപ്പോൾ 3 മൈനസ് 2x എന്ന് വരും. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x 3 മൈനസ് 4 ഈസ് മൈനസ് 1 ഈക്വൽ ടു 0. ഈ രണ്ട് ക്വാഡ്രാറ്റിക്കും സോൾവ് ചെയ്യുക. ആ ക്വാഡ്രാറ്റിക്കും സോൾവ് ചെയ്യുക. സോ ഇവിടെ എക്സ് നമ്മളോട് ചോദിച്ച സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. സോ ഇവിടെ ഡിസ്ക്രിമിനൻറ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ -2 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ദറ്റ് ഈസ് 4 minus 4ac that is 4 into 28 by 2 എന്ന് വരും. ആൻഡ് അടുത്ത കേസിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ദറ്റ് ഈസ് 4 പ്ലസ് 4 ബൈ 2 എന്ന് വരും. സോ ഈ ഒരു കേസിൽ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ -2 പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് 28 എന്ന് പറഞ്ഞാൽ √32 എന്ന് പറഞ്ഞാൽ √4 into 8. അപ്പോൾ √4 into 8 എന്ന് പറഞ്ഞാൽ 2√8/2 എന്ന് വരും. അപ്പോൾ എക്സ് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾക്കിവിടെ 2ഉം 2ഉം കട്ടായി പോവുകയാണെങ്കിൽ -1 പ്ലസ് ഓർ മൈനസ് 2 കട്ടായി പോയി √8 എന്ന് പറഞ്ഞാൽ 2√2. അപ്പോൾ ഇവിടെ എക്സ് -1 പ്ലസ് ഓർ മൈനസ് 2√2 എന്ന് കിട്ടി. ആൻഡ് ഈ ഒരു കേസിൽ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഈസ് ഇക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 2√2/2. സോ ഇവിടെ എക്സ് ഈസ് ഇക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 2ഉം 2ഉം കട്ടായാൽ √2 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾക്ക് എല്ലാവരെയും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇവിടെ ആവശ്യമുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/2 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ -1 മൈനസ് 2√2 എന്തായാലും വരൂല, അത് നെഗറ്റീവായി പോവും. സോ നമ്മളിവിടെ എക്സിനെ സെലക്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ -1 പ്ലസ് 2√2 ഒറ്റ റൂട്ട്. ആൻഡ് ഇവിടെയും നമ്മൾ ഇവിടെ നമ്മൾ എടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 3/2 ആണ്. അപ്പോൾ 1 പ്ലസ് √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.4 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ 1.4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2.4. പക്ഷെ നമ്മൾ എക്സ് ലെസ് ദാൻ 3/2 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ലെസ് ദാൻ 1/5. സോ നമ്മളിവിടെ എക്സിന് സെലക്ട് ചെയ്യുന്ന വാല്യൂ 1 മൈനസ് √2 മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂ. സോ നമ്മൾക്ക് രണ്ട് വാല്യൂ കിട്ടി. അതിൽ ഒരാൾ -1 പ്ലസ് 2√2ഉം അടുത്ത ഒരാൾ 1 മൈനസ് √2ഉം. സോ നമ്മളോട് ചോദിച്ചത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി റൂട്ട്സ് ആണ് ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ ആളുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇതിനെ x1 എന്നും ഇതിനെ x2 എന്നും വിളിച്ചു. അപ്പോൾ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2√2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 8. ആൻഡ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണല്ലോ ഉള്ളത്. സോ 2√2 ഇൻറ്റു -1 ഇൻറ്റു 2, സോ -4√2. സോ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 4√2 എന്ന് വന്നു. ആൻഡ് x2 സ്ക്വയർ ഇവിടെ ചെയ്ത് നോക്കാം. x2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 മൈനസ് 2√2. സോ 3 മൈനസ് 2√2. നമ്മളോട് സം ഓഫ് സ്ക്വയേഴ്സാണ് ചോദിച്ചത്. സോ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് റൂട്ട്. സോ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ 1 മൈനസ് √2 പ്ലസ് 3 മൈനസ് 2√2. സോ ദാറ്റ് ഈസ് 3 മൈനസ് 2√2. അപ്പോൾ 9 പ്ലസ് 12 മൈനസ് 4√2 മൈനസ് 2√2 മൈനസ് 6√2. 6 കോമൺ ആയി എടുക്കുകയാണെങ്കിൽ 2 മൈനസ് 2√2. 6 ഇൻറ്റു ഇല്ല 3 ആണ് കോമൺ ആയി എടുക്കാൻ പറ്റുമോ അല്ലേ? നമ്മുടെ ഓപ്ഷൻ നോക്കാം. 6 ഇൻറ്റു 2 12 മൈനസ് 6√2. യെസ്, 6 കോമൺ ആയി എടുത്താണെങ്കിൽ 2 മൈനസ് √2 എന്ന് വരും. 12 മൈനസ് 6√2. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസറായി വരുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം നമ്മുടെ മോഡുലസിനെ രണ്ട് കേസായി ക്രിട്ടിക്കൽ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് 3 0 ആവുന്ന പോയിന്റിൽ നമ്മൾ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതിലൊരെണ്ണം ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ആയി സ്പ്ലിറ്റ് ചെയ്താൽ മതി.
സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 10. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 പോവാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 ഇവിടെ ലെറ്റ് ദി സെറ്റ് ഓഫ് ഓൾ. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിയാവും, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഈസി. ദ സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ആർ ഫോർ വിച്ച് ഇക്വേഷൻ, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് നോ റിയൽ റൂട്ട്, അതായത് 2x² പ്ലസ് a മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 15 ഈക്വൽ ടു 3a ആണോ 3 ആണോ എന്ന് ഞാൻ ലെറ്റ് മീ കൺഫേം. 30 ആണോ 3 ആണോ എന്ന് ഞാൻ കൺഫേം ചെയ്യാം. ഈക്വൽ ടു 3 എന്നാവണം. ഈക്വൽ ടു 30 15 മൈനസ് 3a. യെസ്, ദിസ് ഈസ് ഈക്വൽ ടു 3a കേട്ടോ, 30 അല്ല, ആസ് എ നോ റിയൽ റൂട്ട്. സോ ദാറ്റ് മീൻസ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2x² പ്ലസ് a മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 15 മൈനസ് 3a ഈക്വൽ ടു 0. സോ നോ റിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആയിരിക്കും. ദാറ്റ് ഈസ് a മൈനസ് 5 ഹോൾ സ്ക്വയർ, അതായത് ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആയിരിക്കും. a മൈനസ് 5 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 8 ഇൻറ്റു 15 മൈനസ് 3a ലെസ് ദാൻ 0, അങ്ങനെയാണ് വരിക. സോ ഇവിടെ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി a മൈനസ് 5 കോമൺ ആയി എടുക്കുവാണെങ്കിൽ ഇവിടെ അകത്തൊരു a മൈനസ് 5 ഉണ്ട്. ആൻഡ് അത് കോമൺ ആയി എടുക്കാൻ ഒരു ഐഡിയ കാണിച്ചു തരാം. a മൈനസ് 5 ഹോൾ സ്ക്വയർ ഇതിനെ പ്ലസ് 8 ആക്കി, ആൻഡ് ഇവിടുന്ന് 3 കോമൺ ആയി എടുക്കുവാണെങ്കിൽ ഇൻറ്റു 3. സോ ഇതിനെനിക്ക് a മൈനസ് 5 ലെസ് ദൻ 0 എന്ന് എഴുതാം. സോ ചെയ്ത കാര്യം 15 മൈനസ് 3a 3a മൈനസ് 15 എന്ന് എഴുതിയതാണ്. അപ്പോൾ ഈ മൈനസ് പ്ലസ് ആയി. സോ a മൈനസ് 5 കോമൺ ആയി എടുക്കുവാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് a മൈനസ് 5 പ്ലസ് 8 ഇൻറ്റു 3 ദാറ്റ് ഈസ് 24 വിച്ച് ഈസ് ലെസ് ദാൻ 0 എന്ന് വരും. സോ ദിസ് ഈസ് a മൈനസ് 5 ഇൻറ്റു 24 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 19 ആണ്. a പ്ലസ് 19 ലെസ് ദാൻ 0. സോ ഇത് വേവി കർവ് മെത്തേഡ് വെച്ച് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് മൈനസ് 19ഉം 5ഉം പ്ലസ് മൈനസ് പ്ലസ്. സോ a ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ മൈനസ് 19 മൈനസ് 18 ലെസ് ദാൻ 0 അല്ലേ. സോ a ബിലോങ്സ് ടു മൈനസ് 18 മൈനസ് 17 എക്സെട്രാ ടിൽ 4 എന്ന് വരെ വരും. ഇതാണ് നമ്മുടെ എയുടെ പോസിബിൾ വാല്യൂ ചോദിച്ചത്. സോ ആ വാല്യൂ ഈ സെറ്റിലുണ്ട്. അപ്പോൾ ആ സെറ്റിലുള്ള ആൾക്കാരുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. സോ വിച്ച് മീൻസ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഈ സെറ്റിലുള്ള എല്ലാവരുടെയും സ്ക്വയർ കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് വി ആർ സപ്പോസ് ടു ഫൈൻഡ് 18 സ്ക്വയർ പ്ലസ് 17 സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് മൈനസ് 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 പ്ലസ് ആവും പ്ലസ് എക്സെട്രാ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സോ ഇത്രയും സം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് n ഇൻറ്റു സിഗ്മ n സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ വി നോ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. സോ ഇവിടെ 18 ഇൻറ്റു 19 ഇൻറ്റു 2n ദാറ്റ് ഈസ് 36 പ്ലസ് 1 37 ബൈ 6 പ്ലസ് ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 5 ഇൻറ്റു 9 ബൈ 6. സോ ഇവിടെ 3 3s are 3 2s are ഇവിടെ 3 2s are 3 6 are okay 2 1s are 2 2s are 2 1s are 2 3s are. So 3 into 19 that is 57 into 37. Wow, very big value. And 2 into 5 10 into 3 30. So 7 into 7 നമുക്കൊരു 9 വരുന്നു മനസ്സിലായി. സോ 57 into 37 plus 30 സിംപ്ലിഫൈ ചെയ്താലേ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വേറെ വഴിയില്ല, അതങ്ങ് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 2139 ഓപ്ഷൻ 4 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിയാവും, ഈ സിഗ്മ എക്സ് ബിലോങ്സ് ടു എക്സ് എക്സ് സ്ക്വയർ എന്നൊക്കെ കാണുമ്പോൾ. സോ നമ്മളോട് ചോദിച്ചത് ഈ ഗിവൺ ക്വാഡ്രാറ്റിക്കിന് റിയൽ റൂട്ട്സ് ഇല്ല. റിയൽ റൂട്ട്സ് ഇല്ലെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദൻ 0 വെച്ച് എൻ്റെ സെറ്റ് കിട്ടി. ആ സെറ്റിൻ്റെ സ്ക്വയേഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇഫ് ദി ഇത് വെരി ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്.
a into b minus c into x square plus b into c minus a into x plus c into a minus b is equal to 0. ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ ഈക്വൽ റൂട്ടാണ് ഗിവൺ ആണ്. സോ ട്രയൽ ആൻഡ് എറർ വെച്ച് നമ്മൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു റൂട്ട് 1 ആണ്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കിയത് a into b minus c plus b into c minus a plus c into a minus b 0. അപ്പോൾ ഒരു റൂട്ട് 1 ആണെങ്കിൽ അടുത്ത റൂട്ടും 1 ആയിരിക്കും. കാരണം ഈക്വൽ റൂട്ട് എന്ന് ഗിവൺ ആണ്. ആൻഡ് ഇവിടെ a പ്ലസ് സി 15 എന്ന് ഗിവൺ ആണ്, b 36/5 ആണ്. സോ എന്നോട് ചോദിച്ചത് a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അപ്പോൾ a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ചോദിച്ചാൽ എനിക്കിവിടെ ഇത് കണ്ടുപിടിച്ചാൽ പോരെ, a പ്ലസ് സി ഹോൾ സ്ക്വയർ മൈനസ് 2ac. അതിൽ a പ്ലസ് സി ഹോൾ സ്ക്വയർ a പ്ലസ് സി എനിക്ക് കിട്ടിയിട്ടുണ്ട് 15 എന്ന് ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. സോ 15 സ്ക്വയർ ഈസ് 225 മൈനസ് 2 ഇൻറ്റു എ സി. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഇനി എ സി ആണ് കിട്ടേണ്ടത്. അപ്പോൾ എ സി കിട്ടാൻ വേണ്ടി നമ്മൾക്കിവിടെ സം ഓഫ് റൂട്ട് എടുക്കാം. ആൽഫ പ്ലസ് ബീറ്റ 2 ആണ്. അപ്പോൾ ഇവിടെ സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ minus b by a, so b into a minus c by a into b minus c which is equal to 2 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ b into a minus c is equal to 2a into b minus c, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ab minus bc 2ab minus 2ac. സോ നമുക്കിവിടെ വേണ്ടത് എ സി ആണ്. അപ്പോൾ 2ac ഇങ്ങോട്ട് കൊണ്ടുവരാം. 2ac ഇവിടെ കൊണ്ടുവന്നാൽ ബാക്കി 2ab മൈനസ് എ ബി പ്ലസ് ബി സി എന്ന് വരും. നമുക്കിവിടെ 2ac കിട്ടിയാൽ ആൻസറായി. എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 2ab മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബി കോമൺ ആയി എടുത്താൽ ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യനിൽ ഐ തിങ്ക് ബി പ്ലസ് സി ഗീവൺ ആയിരിക്കും. ബി ഗീവൺ ആണ്. 36/a പ്ലസ് സി 15 ആണ്. ബി മറന്നുപോയി. ബി ഈസ് 36/5. 36/5 ഇൻറ്റു 15. അപ്പോൾ 5 1s are 5 3s are. അപ്പോൾ 36 ഇൻറ്റു 3 അപ്പോൾ 30 108 എന്ന് കിട്ടും. അപ്പോൾ 2ac എന്ന് പറഞ്ഞാൽ 108 ആണ്. അപ്പോൾ 225 മൈനസ് 108 ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 225 മൈനസ് 108 ചെയ്താൽ 117 എന്ന് കിട്ടും. സോ ആൻസർ 117 ആണ്. സോ ഇവിടുത്തെ ഈ ഒരു ചാപ്റ്ററിലെ കാൽക്കുലേഷൻ ന്യൂമറിക്കലി ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡൂവബിൾ. അങ്ങനെ കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് 7 മിനിറ്റ്സും കൂടിയുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ റാഷണൽ റൂട്ട്സ്. റാഷണൽ റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 വിച്ച് ഈസ് ഇക്വൽ ടു 3. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സമയം എടുക്കും. ഒരു കാര്യം ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 ഹോൾ സ്ക്വയർ, ഈ ഇക്വേഷനെ ആ ഒരു ഫോമിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 9x പ്ലസ് 20 ഈക്വൽ ടു 3. അപ്പോൾ കാണുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 9x പ്ലസ് 11 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 9x പ്ലസ് 11 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 മൈനസ് 9 അങ്ങോട്ട് പോകുമ്പോൾ 12 ആവും. സോ ഒരു കാര്യം ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11നെ ടി എന്ന് വിളിക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ടി സ്ക്വയർ മൈനസ് ടി മൈനസ് 12 ഈക്വൽ ടു 0. നമ്മളവിടെ ടിയുടെ വാല്യൂവിന് കണ്ടുപിടിച്ചാൽ മതി. സോ ടി സ്ക്വയർ മൈനസ് ടി മൈനസ് 12 ഈക്വൽ ടു 0. സോ വിച്ച് മീൻസ് ഐ ക്യാൻ റൈറ്റ് ടി മൈനസ് 4 ഇൻറ്റു ടി പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് മീൻസ് ടി ഈക്വൽ ടു 4 ഓർ ഐ ക്യാൻ റൈറ്റ് ടി ഈക്വൽ ടു മൈനസ് 3. സോ ദാറ്റ് മീൻസ് രണ്ട് കേസ് വരും. അതിലൊരു കേസ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 ഈക്വൽ ടു 4
സോ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 9x 11 മൈനസ് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7 പ്ലസ് 7 ഈക്വൽ ടു 0. സോ ഇവിടെ നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 9 സ്ക്വയർ 81 മൈനസ് 4 ഇൻറ്റു 7 28. സോ ഇവിടെ നമ്മൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത കേസും ചെക്ക് ചെയ്യാം. ടി ഈക്വൽ ടു -3. സോ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 ഈക്വൽ ടു -3. സോ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 11 പ്ലസ് 3 14 ഈക്വൽ ടു 0. സോ നമ്മളോട് ചോദിച്ചത് പ്രൊഡക്റ്റ് ഓഫ് ഓൾ റാഷണൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ആണ് ചോദിച്ചത്. സോ ഇവിടെ നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ഇവിടെ ഡിസ്ക്രിമിനൻറ്റ് നോട്ട് ഈക്വൽ ടു പെർഫെക്റ്റ് സ്ക്വയർ. ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾക്ക് റാഷണൽ റൂട്ട് കിട്ടൂല. ഇവിടെ ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമ്മളോട് ചോദിച്ചത് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചൂടെ. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ C/A. അപ്പോൾ ഇവിടെ 14 ആണ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്. സോ ആൻസർ ഈസ് 40. ഭയങ്കര ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്യാം. സോ ആൻസർ ഈസ് 40. ഇവിടെ ഡിസ്ക്രിമിനൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. Let alpha and b distinct roots of the quadratic equation, that is 2x square plus cos theta into x minus 1 equal to 0. Theta belongs to 0 to 2 pi if m and n are maximum values of alpha raised to 4 plus beta raised to 4. അപ്പോൾ alpha raised to 4 plus beta raised to 4നെ നമ്മൾക്ക് alpha plus beta ടേംസിൽ എഴുതണം. സോ alpha plus beta എന്ന് പറഞ്ഞാൽ മൈനസ് cos theta by 2 ആൻഡ് alpha beta എന്ന് പറഞ്ഞാൽ മൈനസ് 1 by 2 according to this question. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 നമുക്ക് അറിയാം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ഈസ് ഇക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ നോ ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്താൽ നമ്മൾക്ക് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ബൈ 4 മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ 1 by 2. സോ ദിസ് ഈസ് പ്ലസ് 1 കോസ് സ്ക്വയർ തീറ്റ ബൈ 4 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് 1 by 2 അതിൻ്റെ സ്ക്വയർ 1 by 4. സോ ദിസ് വിൽ ബി മൈനസ് 1 by 2. ഇതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ ആണ് ചോദിച്ചത്. സോ മിനിമം വാല്യൂ എം ആണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ 0 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആയിരിക്കും. 1 മൈനസ് 1 by 2 മിനിമം വാല്യൂ 1 by 2 ആയിരിക്കും. 0 to 2 പൈലാട്ടോ. 0 to 2 പൈൽ കോസ് സ്ക്വയർ തീറ്റ എന്തായാലും ഒരു തവണ എന്താവുന്നുണ്ട് 0 ആവുന്നുണ്ട്. ആൻഡ് മാക്സിമം വാല്യൂ, അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ തീറ്റ 1 ആവും. അപ്പോൾ 1 by 4 പ്ലസ് 1. അപ്പോൾ 1 by 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 plus 4 that is 5 by 4 that is 25 by 16 minus 1 by 2. So 50 minus 16 by 32. 50 minus 16 എന്ന് പറഞ്ഞാൽ that is 34 by 32 which is equal to 17 by 16. അപ്പോൾ m 17 by 16 എന്ന് കിട്ടും. നമ്മളോട് ഇവിടെ ചോദിച്ചത് 16 ഇൻറ്റു എം പ്ലസ് എം ആണ്. സോ ദാറ്റ് ഈസ് 16 ഇൻറ്റു എം 17 by 16 പ്ലസ് സ്മോൾ എം ദാറ്റ് ഈസ് 1 by 2. അപ്പോൾ 16ഉം 16ഉം കട്ടായാൽ പ്ലസ് 8. സോ 17 plus 8 25 will be the answer. Brilliant Study Center, India's #1 coaching center for NEET and JEE.